Yes, good afternoon all. Good afternoon and welcome to today's session. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമുക്കറിയാം ടൈം സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് ആണ്. ടൈം സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസിൻ്റെ രണ്ടാം ഭാഗമാണ്. സെക്കൻഡ് പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാർട്ട് 2 അല്ലേ. അപ്പോൾ ഒന്നാമത്തെ ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ലൈവ് ആണല്ലോ അല്ലേ? ലൈവ് ആയിട്ടില്ലേ? ഓക്കെ 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 റൈറ്റ്. അപ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ വന്നു. ലൈവ് ആയിട്ടുണ്ടോ? അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ യൂട്യൂബ് സെഷൻസിലൊക്കെ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ ഇൻ കേസ് കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ട് ഇപ്പോഴും. അപ്പോൾ അത് വരും ദിവസങ്ങളിൽ ക്ലിയർ ആവും. അപ്പോൾ സെക്കൻഡ് പാർട്ടാണ്. സെക്കൻഡ് പാർട്ടിൽ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ടൈം സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസിൻ്റെ ബേസിക്സ് കവർ ചെയ്തിട്ടുണ്ട്. ബേസിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ടോപ്പിക്കിൽ അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ അറിഞ്ഞിരിക്കേണ്ട ബേസിക്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ കാണാത്തവർ ഫസ്റ്റിലേക്ക് പോവുക, എന്നിട്ട് ഇതിന് ശേഷം അതിനുശേഷം ഇതിലേക്ക് വരിക. ഓക്കെ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് SSC റെയിൽവേ എക്സാംസിലാണ് എനിക്ക് ടീച്ചിങ് എക്സ്പീരിയൻസ് ഉള്ളത്. 1 year ഓൺലൈൻ എക്സ്പീരിയൻസ് ടീച്ചിങ് ഇൻ കേരളാസ് ലീഡിംഗ് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ്. അതുപോലെ തന്നെ മൊത്തം 3+ years ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക്. അതുപോലെ തന്നെ പ്ലസ് ക്ലാസ്സുകളിലേക്ക് പ്ലസ് ക്ലാസ് നമുക്ക് അവസാനം പറയാം. 2-3 കാര്യങ്ങൾ പറയാനുള്ളത്. നമ്മളെ സ്കോളർഷിപ്പ് ടെസ്റ്റ് ഉണ്ട് ഗവൺമെൻറ് എക്സാംസിൻ്റെ. ഗവൺമെൻറ് എക്സാം എന്ന് പറയുമ്പോൾ റെയിൽവേസ്, SSC എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ എക്സാംസിൻ്റെയൊക്കെ ഒരു സ്കോളർഷിപ്പ് ടെസ്റ്റാണ്. അത് ഈ വരുന്ന ഫെബ്രുവരി 27 നടത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കൂടുതൽ ഇൻഫർമേഷന് ഡീറ്റെയിൽസിന് അൺഅക്കാഡമി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷനിലുണ്ട്. അൺഅക്കാഡമി ഗവൺമെൻറ് എക്സാം സ്കോളർഷിപ്പ് ടെസ്റ്റ്. പിന്നെ റാങ്ക് 1 ഓരോ ഡിഫറെൻറ്റ് എക്സൈറ്റിംഗ് ആയിട്ടുള്ള പല പ്രൈസുകളുണ്ട്. ഒന്നാമത്തെ റാങ്കിന് ലാപ്ടോപ്പാണ്. റാങ്ക് 2 to 6 സ്മാർട്ട് ഫോൺ. 7 to 16 റാങ്കിന് വയർലെസ് ഇയർപോഡ്സ് ആണ്. പിന്നെ 300 വിന്നേഴ്സിന് 1000 റുപ്പീസിൻ്റെ ഗിഫ്റ്റ് വൗച്ചർ. 400 വിന്നേഴ്സ് 400 വിന്നേഴ്സിന് അൺഅക്കാഡമി സ്കോളർഷിപ്പ് ഒക്കെ ലഭിക്കും. അതുപോലെ തന്നെ യൂണിക്കോൺ ബാച്ച് എന്ന് പറഞ്ഞിട്ട് 14 ഫെബ്രുവരി സ്റ്റാർട്ട് ചെയ്ത SSC CHSൻ്റെ ഒരു ബാച്ച് ഉണ്ട്. ടെസ്റ്റ് സീരീസുകളെ കുറിച്ചാണ്. ടെസ്റ്റ് സീരീസ് എന്ന് പറയുമ്പോൾ ഇത്രയും ഫ്രീ ആയിട്ട് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റ് സീരീസുകളുണ്ട്. ഈ പറഞ്ഞ സമയങ്ങളിലാണ് ഉണ്ടാവുക. ഇംഗ്ലീഷ് ടെസ്റ്റ് സീരീസ് ഉണ്ട്. കറണ്ട് അഫയേഴ്സ്, ക്വാണ്ട്, റീസണിങ്, സ്റ്റാറ്റിക് GK, അതായത് പൊളിറ്റി, സയൻസ്, ഹിസ്റ്ററി, ജോഗ്രഫി. പിന്നെ അഗ്നി പരീക്ഷ എന്ന് പറഞ്ഞിട്ട് SSC CGL CSL Tier 1 ബേസ് ചെയ്തിട്ട്. പിന്നെ അഭിനയ് ശർമ്മയുടെ അഭിനയ് അഭ്യാസ് കോൺ Tier 2. പിന്നെ ഒരുപാട് ഇതുണ്ട്. ഇതെല്ലാം ഫ്രീ ആയിട്ട് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. പ്ലസ്സിൽ ആകെ 3 മാത്രമേ ഉള്ളൂ. ഈ പറയുന്ന സമയങ്ങളിലാണ് ഇതൊക്കെ ഉണ്ടാവുക. നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുക. പിന്നെ ഐക്കോണിക് എന്ന് പറഞ്ഞൊരു ഫീച്ചർ നിങ്ങൾക്ക് അറിയാം. പ്ലസിൻ്റെ കൂടെ തന്നെ ഒരു ഫീച്ചറാണ്. അപ്പോൾ ഐക്കോണിക് സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന എക്സ്ട്രാ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ പ്രയോറിറ്റി ഉണ്ട്. ഡൗട്ട് സോൾവിങ്ങിൽ പ്രയോറിറ്റി കിട്ടും. ഡൗട്ട് സോൾവിങ് അൺഅക്കാഡമിയുടെ ആസ്ക് ഡൗട്ട് എന്ന ഫീച്ചർ നിങ്ങൾക്ക് അറിയണ്ട. ആ ആസ്ക് ഡൗട്ട് ഫീച്ചറിൽ പ്രയോറിറ്റി നിങ്ങൾക്ക് ലഭിക്കും. അക്കാഡമിക് ഡൗട്ട് ഷുഡ് ബി സോൾവ്. എന്താണ് ആ ഒരു ഡൗട്ട് കുറേ പേര് ഇപ്പോൾ 30 പേര് ഡൗട്ട് സോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കായിരിക്കും പ്രയോറിറ്റി കിട്ടും. അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സിൽ ആസ്ക് ഡൗട്ട് എന്ന് പറഞ്ഞ ഫീച്ചർ റേസ് ഹാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഫീച്ചർ ഉണ്ട് അല്ലേ. റേസ് ഹാൻഡ് എന്ന് പറയുമ്പോൾ അല്ലേ അതിലും പ്രയോറിറ്റി നിങ്ങൾക്ക് ലഭിക്കും. റേസ് ഹാൻഡ് എന്ന് എന്താണ്? ബേസിക്കലി അൺഅക്കാഡമി ആപ്പിലും വെബ്സൈറ്റിലും ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എഡ്യൂക്കേറ്ററോട് നേരിട്ട് പിന്നെ സംസാരിക്കാനുള്ളൂ. നേരിട്ട് സംസാരിച്ച് മൈക്ക് വഴി സംസാരിച്ച് ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഫീച്ചറാണ് റേസ് ഹാൻഡ് എന്നുള്ളത്. അതുപോലെ ആസ്ക് ഡൗട്ട് എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻസിൽ ഉണ്ടാകുന്ന ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ആപ്പിലോ അല്ലെങ്കിൽ വെബ്സൈറ്റിലോ പോയിട്ട് ഇങ്ങനെ ഡൗട്ട്സ് ആൻഡ് സൊല്യൂഷൻ ഓപ്ഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ക്വസ്റ്റ്യൻ്റെ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യുക. അങ്ങനെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തിട്ടും അതിൻ്റെ ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് ലഭിക്കും. 3 ഡൗട്ട്സ് വരെ ഒറ്റയടിക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. യു ക്യാൻ ഓൾസോ പോസ്റ്റ് 2 additional ഡൗട്ട്സ് വൈൽ വെയിറ്റിംഗ് ഫോർ യുവർ സൊല്യൂഷൻ. സിംപ്ലി ക്ലിക്ക് ഡ്രോപ്പ് ആൻഡ് സബ്മിറ്റ്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് സബ്സ്ക്രിപ്ഷൻ പ്ലാൻസ് ഉണ്ട് SSCയുടെ. SSC പ്ലസിൻ്റെ ആണിത്. പ്ലസ് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. പ്ലസ്സിൽ 1350 1350 അപ്പോൾ ഇതിൽ പ്ലസിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്ലസ്സിൽ വരുന്നത് ലൈവ് ക്ലാസ്സസ് ആണ് എല്ലാം. അതുപോലെ സ്ട്രക്ചർഡ് ആയിട്ടുള്ള കോഴ്സുകളായിരിക്കും. SSC ബേസ് ചെയ്തിട്ടുള്ള കോഴ്സുകൾ അല്ലേ. വീക്ക്ലി ടെസ്റ്റുകൾ ഉണ്ടാവും. SSC എന്ന് പറയുമ്പോൾ SSC പ്ലസ് എടുക്കുന്നതെങ്കിൽ പിന്നെ അതിന് ടെസ്റ്റ് അനാലിസിസ് ഉണ്ടാവും. വീക്കിലി ടെസ്റ്റ് ബേസ് ചെയ്ത് ടെസ്റ്റ് അനാലിസിസ് ഉണ്ടാവും. പേഴ്സണൽ ഗൈഡൻസ് ഫ്രം ടോപ്പ് എക്സാം എക്സ്പേർട്സ്. പിന്നെ എക്സ്പേർട്ട് ഗൈഡ് ലൈൻസ്. അതുപോലെ സ്റ്റഡി പ്ലാനർ സെറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും വിത്ത് ബൈവീക്ലി റിവ്യൂസ് വിത്ത് സ്റ്റഡി മെറ്റീരിയൽ, സ്പെഷ്യലൈസ് നോട്ട്സ്, പ്രാക്ടീസ് നോട്ട്സ്, അങ്ങനെ സെറ്റ്സ് ഒക്കെ ആയിട്ടുള്ള ഒരുപാട് സ്റ്റഡി മെറ്റീരിയൽ ഉണ്ടാവും. ഇതിൻ്റെ ഡിഫറെൻറ്റ് സബ്സ്ക്രിപ്ഷൻ പ്ലാൻസ് ആണ് നമ്മൾ ഇവിടെ പറഞ്ഞിട്ട്. ഒരു മാസം 1350. എല്ലാ മാസവും അങ്ങനെ അടയ്ക്കുന്നതിന് പകരം 3 months 3400 അടച്ചാൽ മതിയാവും. 6 months ആണെങ്കിൽ 5400, 1 year 6500, 2 years ആണെങ്കിൽ 7800. ഇതിൻ്റെയൊക്കെ മേലെ ഒരു 10% ഡിസ്കൗണ്ട് ഉണ്ടാവും. VCN 10 എന്നൊരു കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ. ഓക്കെ.
അടുത്തത് പിന്നെ അവസാനമായിട്ട് ഇൻഅപ്രോപ്രിയേറ്റ് കോണ്ടന്റ്. അൺഅക്കാഡമിയുടെ ഏതെങ്കിലും വീഡിയോയിൽ എന്തെങ്കിലും ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കോണ്ടന്റ് നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് റിപ്പോർട്ട് ചെയ്യാം. ആ വിഷയത്തെക്കുറിച്ച് ആ റിപ്പോർട്ട് ചെയ്യുന്ന ആദ്യത്തെ ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കൊരു പ്രൈസ് ക്ലെയിം ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, റൈറ്റ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ എവിടെയാണ് ഇന്നലെ നിർത്തിയത് അവിടെ വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. 10 ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്തത് അല്ലേ. 10 ക്വസ്റ്റ്യനാണ് നമ്മൾ കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. എ പേഴ്സൺ കവേഴ്സ് എ സർട്ടൻ ഡിസ്റ്റൻസ് 11th വിത്ത് എ സർട്ടൻ സ്പീഡ്. ഇഫ് യു റെഡ്യൂസ് ദ സ്പീഡ് ബൈ 16.5%, then he will be 5.2 minutes late. Find the time taken by him to cover the distance now. ഓക്കെ, അപ്പോൾ എന്താണ്, അതായത് ഒരു സർട്ടൻ സ്പീഡിൽ ഒരു സർട്ടൻ ഡിസ്റ്റൻസ് കവർ ചെയ്യും. സ്പീഡ് 16.25% കുറയ്ക്കുകയാണെങ്കിൽ, റെഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അയാൾ 5.2 മിനിറ്റ്സ് ലേറ്റ് ആവും. അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് ഇപ്പോൾ കവർ ചെയ്യാൻ എത്ര സമയം എടുക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ രണ്ട് കേസിലും ഡിസ്റ്റൻസ് മാറിയിട്ടില്ല, സെയിം ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് സെയിം ആണ്. ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആണെങ്കിൽ നമ്മൾ ഇന്നലെ പഠിച്ചെന്താണ്, ഇഫ് ദ ഡിസ്റ്റൻസ് ഇസ് കോൺസ്റ്റന്റ് സ്പീഡിൻ്റെ റേഷ്യോ അല്ലെങ്കിൽ സ്പീഡ് വിൽ ബി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടൈം. എന്ന് വെച്ചാൽ സ്പീഡിൻ്റെയോ ടൈമിൻ്റെ റേഷ്യോ, സ്പീഡിൻ്റെ റേഷ്യോ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നേരെ ഇൻവേഴ്സ് ആയിരിക്കും, റിവേഴ്സ് റേഷ്യോ ആയിരിക്കും ടൈമിൻ്റെ. ടൈം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നേരെ റിവേഴ്സ് ആയിരിക്കും, റേഷ്യോ ആയിരിക്കും സ്പീഡിൻ്റെ. ഇവിടെ എന്താ നമുക്കുള്ള സ്പീഡ് റെഡ്യൂസ് ആയിരിക്കും 16.25%. 16.25% സ്പീഡ് റെഡ്യൂസ്. ഇപ്പോൾ പെർസെൻറ്റേജ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉടനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഒരു റേഷ്യോ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതെ, 16.25 എന്ന് പറയുമ്പോൾ നമുക്ക് 13/80 എന്നാണ് കിട്ടുക. 13/80 ആണ് അതിൻ്റെ ഫ്രാക്ഷണൽ ഇക്വലൻറ്റ്. പെർസെൻറ്റേജ് മാറ്റുമ്പോൾ 13/80 കിട്ടും. ഇതെങ്ങനെ കിട്ടുക? ഇത് നമുക്ക് 16.25 കൺഫ്യൂഷൻ അല്ല, നിങ്ങൾക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്നില്ലെങ്കിൽ 16.25 നമുക്ക് ഏത് വെച്ചിട്ടാണ് മാറ്റാൻ പറ്റും. അപ്പോൾ 16.25 അല്ലേ, 10 + 6.25, അതെ 10% പ്ലസ് 6.25% അല്ലേ. 6.25 ആണ് 6 1/4. അപ്പോൾ എന്താണ് 1/10 1/10 പ്ലസ് 1/16. 1/16 ആണ് എന്ത്, 1/16 എന്ന് പറയുന്നത് ഇസ് 6 1/4% അഥവാ 6.25% ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഇത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ആൻസർ വിൽ ബി 13/80 എന്ന് വെച്ചാൽ 16.25% എന്നാൽ 13/80 ആണ് അതിൻ്റെ ഫ്രാക്ഷണൽ ഇക്വലൻറ്റ്. അപ്പോൾ 16.25% ഡിക്രീസ് ചെയ്തു അല്ലെങ്കിൽ 13/80 റെഡ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇനീഷ്യലി സ്പീഡ് എന്ന് പറയുന്നത് 80 ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ എത്രയായി, 67. 13 കുറഞ്ഞു. 80 13 ആണ്. 80 ആയിരുന്നു പണ്ട്, അതിൽ നിന്ന് 13 കുറഞ്ഞു, 67. അപ്പോൾ ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ സ്പീഡിൻ്റെ റേഷ്യോ വിൽ ബി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടൈം എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മളെ സ്പീഡിൻ്റെ റേഷ്യോ ആണെങ്കിൽ ടൈം എന്താ വരിക, 80 67 നമുക്ക് കട്ടാവില്ല അല്ലേ. അപ്പോൾ 67:67:18 ആയിരിക്കും ടൈമിൻ്റെ റേഷ്യോ. അത് പറഞ്ഞിട്ടുണ്ട്. 5.2 മിനിറ്റ്സ് ലേറ്റ് ആണ്. സ്പീഡ് റെഡ്യൂസ് ചെയ്യുമ്പോൾ ഇവർ തമ്മിലുള്ള ഡിഫറൻസ്, ടൈമിൻ്റെ ഡിഫറൻസ് എത്രയാണ് വരുന്നത്, 5.2 മിനിറ്റ്സ്. ഇത് എത്ര ഡിഫറൻസ് ഉണ്ട്, 67 18 13 യൂണിറ്റ് ഇസ് 5.2 മിനിറ്റ്സ്. ഓക്കെ, അത് മതി. ഇപ്പോൾ ഒരു യൂണിറ്റ് തന്നെ 0.4 മിനിറ്റ്സ് ആയിരിക്കും. നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ ടൈം ടേക്കൺ ടു കവർ ദിസ് ഡിസ്റ്റൻസ്. ഈ ഡിസ്റ്റൻസ് എത്ര നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല, അത് കവർ ചെയ്യാനുള്ള ടൈം എത്രയാണ്. ഇപ്പോൾ നൗ എന്ന് പറഞ്ഞുകൊണ്ട് സെക്കൻഡ് കേസ് റെഡ്യൂസ് ചെയ്തതിന് ശേഷമുള്ള ആ സ്പീഡിൽ കവർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര സമയം എടുക്കും. അപ്പോൾ എത്രയാണ്, 80 യൂണിറ്റ് ആണ് സമയം എടുക്കുന്നത്. ഒരു യൂണിറ്റ് 0.4, അപ്പോൾ 80 യൂണിറ്റ് എത്ര വരും, 80 × 0.4 = 32 അല്ലേ. 80 × 0.4 എത്ര വരും, പോയിന്റ് ഒരു 0 പോയിന്റും വരുമ്പോൾ 32 മിനിറ്റ്സിൽ തന്നെ വെച്ചിരിക്കുന്നത്. 52 മിനിറ്റ് 42 ഓപ്ഷൻ ബി. 12 walking at 5/8 of his normal speed, Abhishek is 45 minutes late in reaching his office. Usual time taken by him to cover the distance between his home and his office. ഇത് ഒരുപാട് ഇങ്ങനത്തെ പാറ്റേൺ കിട്ടും. ഇങ്ങനത്തെ പാറ്റേൺ ചെയ്ത് പഠിക്കുക, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും.
5/8 of its normal speed. 5/8 of its normal speed എന്ന് പറയുമ്പോൾ ഓക്കെ, ഇനീഷ്യലി സാധാരണഗതിയിൽ 8 സ്പീഡിലാണ് പോവുക. പക്ഷേ ഇപ്പോൾ എന്ത് അതിൽ 8ൽ 5 സ്പീഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് കേസ് 8ഉം സെക്കൻഡ് കേസ് 5ഉം ആക്കാം. ഡിസ്റ്റൻസ് മാറുന്നില്ല, സെയിം ഡിസ്റ്റൻസ് ആണ് അല്ലേ. വീട്ടിൽ നിന്നുള്ള ഓഫീസിലുള്ള വീട്, ഓഫീസിൽ നിന്ന് വീട്, രണ്ട് ഡിഫറെൻറ്റ് കേസാണെന്നേ ഉള്ളൂ. രണ്ടും ഡെസ്റ്റിനേഷനും സെയിം ആണ്, ഡെസ്റ്റിനേഷൻ സെയിം ആണ്. സോ ഡിസ്റ്റൻസ് സെയിം. ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ എന്തായിരിക്കും? ടൈമിൻ്റെ റേഷ്യോ സ്പീഡിൻ്റെ റേഷ്യോൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ റിവേഴ്സ് ആയിരിക്കും. 5:8 നേരെ തലയിരിച്ച 8:5 5:8. ഓക്കെ, ഇതിൽ അഭിഷേക് 45 minutes ലേറ്റ്. ഇങ്ങനെ ചെയ്യുമ്പോൾ 45 minutes ആണ് ലേറ്റ്. അപ്പോൾ ഇവരുടെ തമ്മിൽ ഡിഫറൻസ് എത്രയാണ്? 3 യൂണിറ്റ്. 3 യൂണിറ്റ് എന്ന് പറയുന്നതാണ് 45 മിനിറ്റ് എന്ന് പറയുന്നത്. 45 minutes. ഓക്കെ, യൂഷ്വൽ ടൈം എന്താണ്? 3 യൂണിറ്റ് 45 ആണെങ്കിൽ യൂഷ്വൽ ടൈം എത്രയാണ്? 5 ആണ്. അപ്പോൾ 1 യൂണിറ്റ് എത്രയാണ്? 15. 5 യൂണിറ്റ് എത്രയായിരിക്കും? 5 × 15 75 മിനിറ്റ്. ഓപ്ഷൻ ഇങ്ങനെ കണ്ടുപിടിക്കുക. അപ്പോൾ ഇതിൽ ആകെ ഒറ്റൊരു ഒരു എന്താണ് കോൺസെപ്റ്റേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ ഇന്നലെ പഠിച്ച ആകെ ഒറ്റ കോൺസെപ്റ്റ് നമുക്കിവിടെ ആവശ്യമുള്ളൂ. അതായത് ഡിസ്റ്റൻസ് സെയിം ആണ്. ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ രണ്ട് കേസിലും ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ ടൈമിൻ്റെ റേഷ്യോ നേരെ റിവേഴ്സ് ആയിരിക്കും സ്പീഡിൻ്റെ റേഷ്യോ, അല്ലെങ്കിൽ സ്പീഡിൻ്റെ റേഷ്യോ നേരെ റിവേഴ്സ് ആയിരിക്കും ടൈമിൻ്റെ റേഷ്യോ. എന്നിട്ട് കണ്ടുപിടിക്കാം. വളരെ ഫാസ്റ്റായിട്ട് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. 13. A train running at 9/13 of its own speed reached a place in 39 hours. How much time could be saved if the train would run at its own speed? Same logic, same pattern. 13 ആണ് സാധാരണ സ്പീഡ്. 13 ആണ് സാധാരണ സ്പീഡ്. പക്ഷേ അതിൽ 9 സ്പീഡിലേ പോകുന്നുള്ളൂ. അങ്ങനെ 9 സ്പീഡിൽ പോവുകയാണെങ്കിൽ 13:9 അല്ല 13:9. അപ്പോൾ ടൈം എന്തായിരിക്കും? 9:30. 9:30. ഈ 13 ആണ് എന്ത് കിട്ടുന്നത്? 13 കറസ്പോണ്ടിങ് ആണ് 39 hours എന്നുള്ളത്. 39 hours. അപ്പോൾ എന്താണ്? ഇൻറ്റു 3. ഹൗ മച്ച് ടൈം കുഡ് ബി സേവ്ഡ് വിത്ത് ട്രെയിൻ വുഡ് റൺ അറ്റ് ഓൺ സ്പീഡ്? എത്രയാണ്? അതായത് സാധാരണ സ്പീഡിൽ 13 എന്ന് പറഞ്ഞ സ്പീഡിൽ തന്നെയാണ് സാധാരണ യൂഷ്വൽ സ്പീഡിലാണ് പോകുന്നതെങ്കിൽ എത്ര ടൈം സേവ് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ ഇവർ തമ്മിൽ എത്ര ഡിഫറൻസ് ഉണ്ടെന്ന് വെച്ചിരിക്കുന്നത്. 13 × 3 = 39, അല്ലെങ്കിൽ 1 യൂണിറ്റ് 3 ആണ്. 1 യൂണിറ്റ് 3 മണിക്കൂറാണ്. ഇവിടെ എത്ര ഉണ്ട്? 4 യൂണിറ്റ് ഡിഫറൻസ് ഉണ്ട്. 4 × 3 = 12 മണിക്കൂർ. ഓപ്ഷൻ ബി അല്ലേ. ഇത് 9, 13 ഇതൊക്കെ റേഷ്യോ ആണ്, അല്ലെങ്കിൽ യൂണിറ്റ് ആയിട്ട് നമുക്ക് എടുക്കാം. 9/13 എന്ന് പറയുന്ന സ്പീഡിലാണ്, എന്ന് വെച്ചാൽ 9/13 ഓഫ് ഇറ്റ് സ്പീഡ്. ഈ 9/13 എന്ന് പറയുന്ന ഫ്രാക്ഷനിൽ നമുക്ക് ട്രെയിനിൻ്റെ സ്പീഡ് 13ഉം 9ഉം എങ്ങനെ കിട്ടുന്നത് നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. എങ്ങനെയാണ്? അതായത് ഫസ്റ്റ് കേസിൽ ട്രെയിനിൻ്റെ സ്പീഡ് നമ്മൾ 1 ആയിട്ട് എടുക്കുകയാണെങ്കിൽ സെക്കൻഡ് കേസിൽ എത്രയാണ്? 9/13 ഓഫ് ഇറ്റ്സ് ഓൺ സ്പീഡ്. ഈ 1ൻ്റെ 9/13. അപ്പോൾ ഇത് 1 എടുക്കുകയാണെങ്കിൽ രണ്ടാമത്തേൽ 9/13 എന്ന് വരും. അപ്പോൾ ഇത് റേഷ്യോയിൽ ഡിവിഷനൊക്കെ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഈ 13നെ 13 വെച്ച് രണ്ട് ഫിഗറിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 30 × 1 13. 13 × 9/13. 13 ക്യാൻസൽ 9. ഇങ്ങനെയാണ് വരുന്നത്. 13:9. അപ്പോൾ 9/13 ഓഫ് ഇറ്റ്സ് ഓൺ സ്പീഡ് എന്ന് പറയുമ്പോൾ ഈ ഡിനോമിനേറ്റർ ഫോക്കസ് ചെയ്തിട്ട് പറയാം. ഈ ഡിനോമിനേറ്റർ ഇനീഷ്യൽ ആയിട്ടുള്ള ഡിനോമിനേറ്ററാണ് ബേസ് അല്ലേ. അതാണ് ഇനീഷ്യൽ ഫിഗർ. അതിൽ നിന്ന് 13ലെ 9 സ്പീഡ്. അപ്പോൾ 13 ആണ് ആദ്യത്തെ സ്പീഡ്. അതിൽ 9 സ്പീഡാണ് രണ്ടാമത്തെ എടുത്തിരിക്കുന്നത്. സെക്കൻഡ് കേസിൽ കുറഞ്ഞത് 4 ആണ്. 13ൽ 9 സ്പീഡിലാണ് രണ്ടാമത്തേൽ പോയത്. പിന്നെ ഡിസ്റ്റൻസ് സെയിം ആയതുകൊണ്ട് സ്പീഡിൻ്റെ റേഷ്യോ ഒന്ന് നേരെ റിവേഴ്സ് ഇട്ടാൽ -13 കിട്ടും. അതിലെ ഡിഫറൻസ് 4 ആണ് 1 യൂണിറ്റ്. ഈ 13 കറസ്പോണ്ടിങ് 39 കിട്ടി. അപ്പോൾ 1 യൂണിറ്റ് 3 ആണെന്ന് മനസ്സിലായി. പിന്നെ 4 യൂണിറ്റ് ആണ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റുക. സോ 4 × 3 12 hours. ഓപ്ഷൻ ബി. 14. A man covers a certain distance in 3 hours 36 minutes. 36 മിനിറ്റ്. 3 മണിക്കൂർ 36 മിനിറ്റിൽ if he walks at the rate of 5 km/h. If he covers the same distance on cycle at the rate of 24 km/h, time taken എത്രയാണ്? സെയിം ഡിസ്റ്റൻസ്. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക. നമ്മൾ ഈ 3 കാര്യം നമുക്ക് ആകെ ഉള്ളൂ. ടൈം ഉണ്ട്, സ്പീഡ് ഉണ്ട്, ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ക്വസ്റ്റ്യനിൽ നമ്മൾ ഇത് നോട്ട് ചെയ്ത് വെക്കുക. എന്താണ് കോൺസ്റ്റൻറ്റ് എന്നതനുസരിച്ച് നമ്മൾ റേഷ്യോ നമുക്ക് കണ്ടുപിടിക്കാം. റേഷ്യോ നമുക്ക് ഡിസൈൻ ചെയ്യാം, അല്ലെങ്കിൽ സെറ്റ് ചെയ്യാം. ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ
ടൈമും സ്പീഡും ഇൻവേഴ്സ് ആയിരിക്കും. പകരം ടൈമോ സ്പീഡോ ആണ് കോൺസ്റ്റൻ്റ് എങ്കിൽ മറ്റ് രണ്ട് ക്വാണ്ടിറ്റീസും എന്തായിരിക്കും? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. എന്ന് വെച്ചാൽ ടൈം കോൺസ്റ്റൻ്റ് ആണെങ്കിൽ സ്പീഡിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും ഡിസ്റ്റൻസ്. സ്പീഡ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ടൈമിൻ്റെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും ഡിസ്റ്റൻസ്. അങ്ങനെയാണ് അല്ലേ? അപ്പോൾ ഇവിടെ സെയിം ഡിസ്റ്റൻസ് തന്നെയാണ്. അപ്പോൾ ഈ പറയുന്ന ഒരു ആസ്പെക്റ്റ് ആണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. ഇവിടെ സെയിം ഡിസ്റ്റൻസ് ആണെങ്കിൽ നമുക്ക് മനസ്സിലായി ടൈമിൻ്റെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും സ്പീഡ്. അപ്പോൾ സെയിം ലോജിക് തന്നെയാണ്. ഇവിടെ എന്തൊക്കെയാണുള്ളത്? 3 hours 36 minutes. 3 hours 36 minutes എന്ന് പറഞ്ഞാൽ എത്രയാണ്? അത് എടുക്കേണ്ട ആവശ്യമില്ല അല്ലേ? ഓക്കെ, അത് എടുക്കേണ്ടി വരും. 3 hours 36 minutes 216 മിനിറ്റ് ആണ്. 216 മിനിറ്റ് ആണ്. പിന്നെ സ്പീഡ് എന്തൊക്കെയാണ്? 5 ഉണ്ട്, 24 ഉണ്ട്. ഫസ്റ്റ് കേസിൽ സ്പീഡ് 5 പിന്നെ 24. ടൈം എടുക്കുമ്പോൾ എന്താവും? നമുക്കറിയാം സെയിം ഡിസ്റ്റൻസ് ആയതുകൊണ്ട് നേരെ ഉൾട്ട 24:5 ആവും. 24:5. അപ്പോൾ ഇവിടെ എന്താണ് ടൈം? ഫസ്റ്റ് കേസിൽ 216 അല്ലെങ്കിൽ 3 hours 36 minutes 216 മിനിറ്റ്. ഈ 24 ആണ് 216 എങ്കിൽ എത്ര പ്രാവശ്യമാണ്? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9 പ്രാവശ്യമാണ്. ഇൻറ്റു 9 ടൈംസ് ആകുമ്പോൾ 216. അപ്പോൾ 5നെയും ഇൻറ്റു 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 45 മിനിറ്റ്സ് കിട്ടും. 45 മിനിറ്റ്സ് ആണ് രണ്ടാമത്തെ കേസിൽ. അതായത് 24 km/h സ്പീഡിൽ പോകുമ്പോൾ ആകെ എടുക്കുന്നത് 45 മിനിറ്റ്സ് ആണ്. 45 മിനിറ്റ്സ്. ഓക്കെ, ഇത് സെയിം ലോജിക്കാണ്. പിന്നെയും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഓക്കെ, 15. 2 cyclists X and Y start at the same time from place A and go towards place B at the speed of 6 and 6 km/h 8 km/h. Despite stopping 15 minutes during the journey, Y reaches full stop ഒന്നുമില്ല. Y reaches 10 minutes earlier than X. The distance between place A and B. ഇവിടെയും ഡിസ്റ്റൻസ് സെയിം ആണ്. എയിൽ നിന്ന് ബിയിലേക്ക് പോവാണ്. എയിൽ നിന്ന് ബിയിലേക്ക് രണ്ട് സൈക്ലിസ്റ്റ് എക്സും വൈയും പോവാണ്. അപ്പോൾ എക്സിൻ്റെ സ്പീഡ് 6 km/h വൈൻ്റെ സ്പീഡ് 8 km/h. 15 മിനിറ്റ് നിർത്തിയിട്ട് പോലും വൈ എന്ത് ചെയ്യുന്നുണ്ട്? എക്സിനേക്കാൾ 10 മിനിറ്റ് നേരത്തെ എത്തുന്നുണ്ട്. അപ്പോൾ ഈ നേരത്തെ എത്തുക എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ മൈൻഡിൽ വരേണ്ടത് എക്സും വൈയും എത്ര മിനിറ്റ് ട്രാവൽ ചെയ്തു അതാണ് നമ്മൾ പറയേണ്ടത്. എത്ര മിനിറ്റ് ട്രാവൽ ചെയ്തു എന്നാണ് പറഞ്ഞിട്ട്. ഡിസ്റ്റൻസ് സെയിം ആണ്, ഡിസ്റ്റൻസിൽ മാറ്റമൊന്നുമില്ല. അപ്പോൾ സെയിം ഡിസ്റ്റൻസ് ആണെങ്കിൽ നമ്മുടെ ഇൻവേഴ്സ് എന്ന ലോജിക് അല്ലേ? അപ്പോൾ ഫസ്റ്റ് നോക്കുക, പിന്നെ 6ഉം 8ഉം അതാണ് സ്പീഡ്. എക്സിൻ്റെ വൈൻ്റെ ഇങ്ങനെയൊന്നും എഴുതാൻ പാടില്ല. സ്പീഡ് 6, രണ്ടാമത്തെ സ്പീഡ് 8. അപ്പോൾ 6:8. റേഷ്യോ എടുക്കുകയാണെങ്കിൽ 3:4. 3:4 റേഷ്യോ. ടൈമിൻ്റെ റേഷ്യോ എന്തായിരിക്കും? അപ്പോൾ നേരെ വിട്ട 4:3. 4:3. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് 1 യൂണിറ്റ്. ഈ 1 യൂണിറ്റ് എന്താ? 1 യൂണിറ്റ് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്പൈറ്റ് സ്റ്റോപ്പിംഗ്, അതായത് 15 മിനിറ്റ് നിർത്തി. വൈ 15 മിനിറ്റ് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ 15 മിനിറ്റ് കുറഞ്ഞു. അതുപോലെ തന്നെ 10 മിനിറ്റ് അവിടെ നേരത്തെ എത്തിയിട്ടുണ്ട് എക്സിനേക്കാൾ. അപ്പോൾ എക്സ് ട്രാവൽ ചെയ്യുന്നതിനേക്കാളും 10 മിനിറ്റ് കുറഞ്ഞു. 10 മിനിറ്റാണ് അല്ലെങ്കിൽ തന്നെ ഓൾറെഡി 10 മിനിറ്റ് കുറവേ വൈ ട്രാവൽ ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? എക്സ് ട്രാവൽ ചെയ്യുമ്പോൾ വൈ 15 മിനിറ്റ് എവിടെയോ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം 10 മിനിറ്റ് കുറഞ്ഞു, പിന്നീട് 15 മിനിറ്റും കുറഞ്ഞു. 10ഉം 15ഉം അല്ലേ? 10ഉം 15ഉം 25 മിനിറ്റാണ്. 25 മിനിറ്റ് കുറവാണ് വൈ എടുത്തിരിക്കുന്നത്. എക്സ് ട്രാവൽ എത്രയാണോ അതിൽ നിന്നും 25 മിനിറ്റ് കുറവാണ് വൈ ട്രാവൽ ചെയ്യാൻ എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ വൈ എടുത്ത സമയം. അപ്പോൾ ഈ 1 എന്ന് പറയുന്ന യൂണിറ്റ് എന്തായിരിക്കും? ഡിഫറൻസ് വിൽ ബി 25 മിനിറ്റ്സ്. 1 യൂണിറ്റ് വിൽ ബി 25. അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണ്? ഫസ്റ്റ് കേസിൽ 15 മിനിറ്റ് അല്ലെങ്കിൽ തന്നെ 15 മിനിറ്റ് അല്ലെങ്കിൽ തന്നെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. 15 മിനിറ്റ് സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് എക്സിനേക്കാൾ 15 മിനിറ്റ് കുറവാണ് വൈ ട്രാവൽ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നേരത്തെ എക്സ് 10 മിനിറ്റ് എക്സിനേക്കാൾ 10 മിനിറ്റ് നേരത്തെ എത്തിയിട്ടുണ്ട്. 10 മിനിറ്റ് വീണ്ടും അവിടെ എക്സിനേക്കാൾ കുറവ് ട്രാവൽ ചെയ്തിട്ടുള്ളൂ. കാരണം ഇവിടെ സെയിം ടൈമാണ് അത് പറയുന്നുണ്ട്. ഒരേ സമയത്താണ് ഇവർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഒരേ സമയത്ത് സ്റ്റാർട്ട് ചെയ്തു, എന്നിട്ട് എക്സ് എത്തുന്നതിനെക്കാട്ടും 10 മിനിറ്റ് നേരത്തെ എത്തി എന്ന് പറയുമ്പോൾ അവിടെ 10 മിനിറ്റ് കുറവേ എക്സ് ട്രാവൽ ചെയ്തതിനെക്കാട്ടും 10 മിനിറ്റ് കുറവാണ് വൈ ട്രാവൽ ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല 15 മിനിറ്റ് അവിടെ റെസ്റ്റ് എടുത്തിട്ടുണ്ട്, സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. സോ 15ഉം 10ഉം 25 മിനിറ്റാണ് ഇവർ തമ്മിലുള്ള ടൈം ഡിഫറൻസ്. 1 യൂണിറ്റ് 25 മിനിറ്റ്. നമുക്ക് എന്താ അറിഞ്ഞിരിക്കേണ്ടത്? ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് പറയുമ്പോൾ 25
ഇൻറ്റു നമുക്ക് 4 ചെയ്യാം. ഏത് കേസിൽ മൾട്ടിപ്ലൈ ചെയ്യാം. 25 × 4 ചെയ്യുമ്പോൾ എത്ര കിട്ടും? ഈ 4 എന്ന് പറയുന്നത് 100 മിനിറ്റ്സ് ആണ് കിട്ടും. 100 മിനിറ്റ്സ് ആണ്. ഡിസ്റ്റൻസ് പറയുന്നത് സ്പീഡിൻ്റെ ടൈമാണ്. സ്പീഡ് എത്രയാണ് ഇവിടെ? 6 km/h ആണ്. അപ്പോൾ 6 × 100 ഡിവൈഡഡ് ബൈ 100 മിനിറ്റ്സ് വരാം. 100 മിനിറ്റ്സ് എന്ന് നമുക്ക് അവറിലേക്ക് വേണം അല്ലേ? km/h വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവറിലേക്ക് തന്നെ, അവറിലുള്ള ടൈമിൽ തന്നെ നമ്മളത് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 6 × 100/60. 6 × 100/60 ചെയ്താൽ മാത്രമേ നമുക്ക് 100 മിനിറ്റ്സിനെ നമുക്ക് അവറിലാക്കാൻ പറ്റും. സോ എന്താവും? 100/10 = 10 കിലോമീറ്റർ ആണ് ടോട്ടൽ ഡിസ്റ്റൻസ് ഫ്രം എ ആൻഡ് ബി. ഓക്കെ. 16. 2 racers run at a speed of 100 meters per minute and 120 meters per minute respectively. If the second racer takes 10 minutes less than the first to complete the run, then how long is the race? അപ്പോൾ മിനിറ്റ്സ് മീറ്റേഴ്സ് പെർ മിനിറ്റ് രണ്ടിനും മീറ്റർ പെർ മിനിറ്റ് ആണ്. അത് നമ്മളിവിടെ ശരിയാക്കണം. പക്ഷെ തൽക്കാലം അതിൻ്റെ ആവശ്യമില്ല. കാരണം റേഷ്യോ എടുക്കുന്നത് അല്ലേ? ഡിസ്റ്റൻസ് സെയിം ആണ്. നമുക്ക് റേഷ്യോ എടുത്താൽ മതി ആദ്യം. അപ്പോൾ റേഷ്യോ എടുക്കുമ്പോൾ നമ്മൾ ഈ യൂണിറ്റിൻ്റെ കാര്യം നോക്കേണ്ട ആവശ്യമില്ല. കാരണം എന്തായാലും രണ്ടാവുമ്പോൾ ക്യാൻസൽ ചെയ്തു. അപ്പോൾ 100ഉം ഈ 120 എത്ര വരും? 5ഉം 6ഉം. സ്പീഡിൻ്റെ റേഷ്യോ ഇസ് 5:6. 5:6 ആണ്. അത് നേരെ ടൈമിലേക്ക് വരുമ്പോൾ 6:5 ആവും. നേരെ റിവേഴ്സ് റേഷ്യോ ആവും 6:5. ഇവിടെ എന്താ വന്നിരിക്കുന്നത്? ഈ ടൈമിൻ്റെ കാര്യത്തിൽ സെക്കൻഡ് റേസർ ടേക്സ് 10 minutes ലെസ് ദാൻ ദ ഫസ്റ്റ്. അപ്പോൾ ഈ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് 10 മിനിറ്റ് ആണ്. ഇവർ തമ്മിൽ ഡിഫറൻസ് എത്ര? ഒരു യൂണിറ്റ് 10 മിനിറ്റ്. ബിക്കോസ് ക്വസ്റ്റനിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? സെക്കൻഡ് റേസർ ടേക്സ് 10 minutes ലെസ് ദാൻ ദ ഫസ്റ്റ് ടു കംപ്ലീറ്റ് ദ റൺ. സെക്കൻഡ് 10 മിനിറ്റ് ആണ്. ഹൗ ലോങ് ഇസ് ദ റേസ്? എത്ര? ഡിസ്റ്റൻസ് ആവേണ്ട. ഡിസ്റ്റൻസ് പറയുമ്പോൾ 10 മിനിറ്റ് ആണ് ഒന്ന്. അപ്പോൾ മൊത്തം എത്ര? 6 യൂണിറ്റ് ആണെങ്കിൽ 60 മിനിറ്റ്സ്. 60 മിനിറ്റ്സ് ആണ്. ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ സ്പീഡിൻ്റെ ടൈമാണ്. സ്പീഡിൻ്റെ ടൈം. ഓക്കെ. അപ്പോൾ ഇവിടെ ടൈം 60 മിനിറ്റ്സ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് മിനിറ്റ്സ് 60 മിനിറ്റ്സ് അല്ലേ? ഓക്കെ. ഇതിപ്പോൾ നമ്മൾ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ. അപ്പോൾ സ്പീഡിൻ്റെ എടുക്കേണ്ട ആവശ്യമുണ്ടോ? നമുക്കിവിടെ സ്പീഡുണ്ട്, ടൈമുണ്ട്. ഓക്കെ. ടൈം നമുക്ക് 60 മിനിറ്റ്സ് കിട്ടി. 6 യൂണിറ്റ് 60 മിനിറ്റ്. ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ സ്പീഡിൻ്റെ ടൈമാണ്. ഇവിടെ സ്പീഡ് എന്ന് പറയുന്ന സാധനം 100 ആണ്. ഇവിടെ 100 മീറ്റേഴ്സ് ആണ്. മീറ്റേഴ്സ് ബൈ മിനിറ്റ് ആണ്. സോ 100/60 വേണം അല്ലേ? 100 മീറ്റേഴ്സ് ബൈ മിനിറ്റ് ആണ് എടുത്തിരിക്കുന്നത്. നമ്മൾ മീറ്റർ പെർ സെക്കൻഡാണ് സാധാരണ എടുക്കുക അല്ലേ? അങ്ങനെ അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ 100/60 വേണം ഇവിടെ. ഒരു മിനിറ്റ് എന്ന് പറയുമ്പോൾ 60 സെക്കൻഡ്സ് ആവും. 100/60 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? അപ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളത് 5/3 മീറ്റർ പെർ സെക്കൻഡ് ആവും ഈ കേസിൽ അല്ലേ? ദിസ് ഇസ് 5/3 മീറ്റർ പെർ സെക്കൻഡ്. മീറ്റർ പെർ സെക്കൻഡിൻ്റെ ആവശ്യമുണ്ടോ? പക്ഷേ നമുക്ക് ഡിസ്റ്റൻസ് ഓക്കെ കറക്റ്റാണ്. അതായത് നമുക്ക് സ്പീഡ് എത്ര കിട്ടിയ? 5/3 മീറ്റർ പെർ സെക്കൻഡ്. 5/3. പക്ഷേ ഇത് വളഞ്ഞ് മൂക്ക് പിടിക്കാനാണല്ലോ. 5/3 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡ് ഇവിടെ ഉണ്ട്. ഓക്കെ. ഇതിൻ്റെ ടൈം നമുക്ക് കിട്ടുന്നത് 60 മിനിറ്റ്സ് ആണ്. 60 × 60 ഒക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് 20 കിട്ടും. 5 × 2 10 × 6 6000 മീറ്റേഴ്സ് കിട്ടും. അതാണ് 6 കിലോമീറ്റേഴ്സ്. ഓപ്ഷൻ സി. ഞാൻ ഇതിന് മുന്നേ വർക്കൗട്ട് ചെയ്തപ്പോൾ വേറൊരു രീതിയിലായിരുന്നു ചെയ്തത്, വേറെ മെത്തേഡാണല്ലോ ചെയ്തത്. അതുകൊണ്ടാണ് ചെറിയൊരു കൺഫ്യൂഷൻ അവസാനം വന്നത്. കറക്റ്റാണ് ഓപ്ഷൻ സി അല്ലേ? 6. അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഒരു യൂണിറ്റ് ഡിഫറൻസ് 6ഉം 5ഉം തമ്മിൽ ഒരു യൂണിറ്റ് ഡിഫറൻസ്. ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 10 മിനിറ്റ് ലെസ് ആണ്. 10 മിനിറ്റ്സ് ലെസ്. അപ്പോൾ 1 യൂണിറ്റ് 10 മിനിറ്റ്സ് ആണ്. ഫസ്റ്റ് കേസിൽ ടൈം എത്ര എടുത്തിരിക്കുന്നത്? 6 യൂണിറ്റ് ആണ്. 6 യൂണിറ്റ് വരുമ്പോൾ 6 × 10 60 മിനിറ്റ്സ് ആണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫസ്റ്റിൽ നമ്മൾ സ്പീഡ് എത്രയാണ്? 5 യൂണിറ്റ് ആണ്. ഈ സ്പീഡ് എത്ര ഇവിടെ പറയുന്നുണ്ട്? 100 മീറ്റേഴ്സ് പെർ മിനിറ്റ് ആണ്. 100 മീറ്റേഴ്സ് പെർ മിനിറ്റ്. മീറ്റേഴ്സ് പെർ മിനിറ്റ് ആയതുകൊണ്ട് നമ്മൾ മീറ്റേഴ്സ് പെർ സെക്കൻഡ് ആക്കണം. സോ 100/60 ചെയ്യുക. അപ്പോൾ 5/3 മീറ്റർ പെർ സെക്കൻഡ്. ഈ 5/3 × 60 × 60. കാരണം എന്താ?
ഇവിടെ 60 minutes ഉള്ളത്, നമുക്ക് സെക്കൻഡ്സിലാക്കണം അല്ലേ? കാരണം ഇത് മീറ്റർ പെർ സെക്കൻഡ് 5/3 മീറ്റർ പെർ സെക്കൻഡിലായതുകൊണ്ട് തന്നെ ഇൻറ്റു 60 പോരാ, ഇൻറ്റു എക്സ്ട്രാ 60 വേണം. സോ കട്ട് ചെയ്യുമ്പോൾ 6000 meters, ഓപ്ഷൻ സി 6 കിലോമീറ്റർ. Person travel from station A to station B at 40 km/h, from B to A and from B to A at 30 km/h. Okay. The entire journey took 6.3 hours. What is the distance between A and B? Okay. Distance between A and B. അപ്പോൾ A നിന്ന് ബിയിലേക്കും ബി നിന്ന് എയിലേക്കും ഡിസ്റ്റൻസ് സെയിം ആണ്. സെയിം ഡിസ്റ്റൻസ്, സോ ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആണെങ്കിൽ എന്താണ്? ടൈം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്പീഡ്, അല്ലെങ്കിൽ ടൈമിൻ്റെ റേഷ്യോ റിവേഴ്സ് ആയിരിക്കും സ്പീഡിൻ്റെ റേഷ്യോ. ഇവിടെ എന്തൊക്കെയുള്ളത്? ഫസ്റ്റ് A to B 40, ഫസ്റ്റ് കേസിൽ 40, സെക്കൻഡ് കേസിൽ 30. സോ 4:3 ആണ് നമ്മുടെ സ്പീഡിൻ്റെ റേഷ്യോ. 4:3. ടൈം എന്തായിരിക്കും? ഇപ്പോൾ നേരെ ഉൾട്ട 3:4 വരും. 3:4 വരും, നേരെ റിവേഴ്സ് റേഷ്യോ. കാരണം എന്താണ്? ബിക്കോസ് ദിസ് ഡിസ്റ്റൻസ് ഇസ് കോൺസ്റ്റൻറ്റ്. ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആണ്, ശ്രദ്ധിക്കണം. കാരണം A to B അല്ലേ, A നിന്ന് ബിയിലേക്കും ബി നിന്ന് എയിലേക്കും മാത്രമേ പോകുന്നുള്ളൂ. ഇവിടെ നിങ്ങോട്ടും ഇവിടെ നിങ്ങോട്ടും. ഓക്കെ. എൻറ്റയർ ജേർണി ടുക്ക് 6.3 hours. എൻറ്റയർ ജേർണി, ഈ ടൈം എത്ര? 3+4 അല്ലേ, 7 യൂണിറ്റ് ആണ് 6.3 hours എന്ന് പറയുന്നത്. അപ്പോൾ ഒരു യൂണിറ്റ് എത്രയാണ്? 0.9 hours അല്ലേ, 0.9 hours ആണ് ഒരു യൂണിറ്റ് എന്ന് പറയുന്നത്. ഡിസ്റ്റൻസ് എത്രയാണ്? ഡിസ്റ്റൻസ് ആണ്, ഡിസ്റ്റൻസ് സ്പീഡിന് ടൈം ചെയ്യാൻ മതി. ഇവിടെ ഒരു യൂണിറ്റ് 0.9 ആണെങ്കിൽ 3 യൂണിറ്റ് എത്രയായിരിക്കും? 2.7 hours. ഓക്കെ. ഈ 2.7 നമ്മൾ എന്ത് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യണം? ഫസ്റ്റ് കേസിൽ 40 ആണ് നമ്മുടെ സ്പീഡ് അല്ലേ, 40. ഓക്കെ. 40 വെച്ച് ചെയ്താൽ 27 × 4, 108. ഓപ്ഷൻ ബി 108 കിലോമീറ്റർ ഡിസ്റ്റൻസ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ. 18. A person covers a certain distance with a certain speed. If he reduces his speed by 25 km/h, he will reach 12.5 minutes late. Okay. If his initial speed is 160, find the distance covered by him. Initial speed 160 ആണ്. Initial speed 160. 25 km/h സ്പീഡ് കുറയ്ക്കുകയാണ്, റെഡ്യൂസ് ചെയ്യുക. അപ്പോൾ എത്രയായി? സെക്കൻഡ് 135. ഓക്കെ. ഇവിടെ ഇതിൻ്റെ റേഷ്യോ നമുക്ക് എടുക്കാം. 32 എത്രയാണ്? ഇത് 32 27 വരും അല്ലേ. ഇത് കട്ട് ചെയ്യുമ്പോൾ 32 27 റേഷ്യോ വരും. എന്ത് വെച്ചാൽ കട്ട് ചെയ്യുന്നത് നമ്മൾ? 32 5 ടൈംസ് അല്ലേ, 5 വെച്ച് കട്ട് ചെയ്യാൻ മതി. 5 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 32 27. അപ്പോൾ ഇവിടെ ഡിസ്റ്റൻസ് വീണ്ടും സെയിം ആണ്. ഫസ്റ്റ് കേസിൽ സർട്ടൺ ഡിസ്റ്റൻസ് പറയുന്നു, രണ്ടാമത്തേലും ഡിസ്റ്റൻസ് മാറുന്നില്ല. സോ ഡിസ്റ്റൻസ് ഇസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ നമുക്ക് ടൈമിൻ്റെ റേഷ്യോ നേരെ തിരിച്ചിടാം. 27:32. ഓക്കെ. അപ്പോൾ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് ആണ് 27 33 തമ്മിൽ 5 യൂണിറ്റ് ഡിഫറൻസ്. ഈ 5 യൂണിറ്റ് എന്ന് പറയുന്നതാണ് 12.5 മിനിറ്റ്. 12.5 മിനിറ്റ് എന്ന് പറയുന്നത് 25/2 എന്നൊക്കെ എഴുതാൻ വേണമെങ്കിൽ 12.5നെ 25/2 എന്ന് എഴുതാം. അപ്പോൾ ഒരു യൂണിറ്റ് എത്രയാണ്? 2.5. കറക്റ്റ് അല്ലേ? അതെ, 2.5. ഒരു യൂണിറ്റ് 2.5 മിനിറ്റ്. എന്താ വേണ്ടത്? ഡിസ്റ്റൻസ് കവർഡാണ് വേണ്ടത്. ഒരു യൂണിറ്റ് 2.5 ആണ്, അല്ലെങ്കിൽ 5/2 ആണ്. 1 യൂണിറ്റ് ഇസ് 5/2. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ കേസ് എടുക്കാം. അപ്പോൾ പിന്നെ എളുപ്പം കട്ട് ചെയ്യാൻ പറ്റും. സെക്കൻഡ് കേസിൽ 32 ടൈം, 32 ആണ് ടൈം. സോ 32 × 5/2 ഈ കേസിലത്ത് വരിക. 32 × 5/2 16 × 5 80 വരും അല്ലേ. 32 × 5/2 80 ഏതിലാണ് നമുക്കിപ്പോൾ ഉള്ളത്? മിനിറ്റിനാണ്. 80 മിനിറ്റാണ്. 80 മിനിറ്റ്. അത് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ 1/3 എന്ന് വരും അല്ലേ. 1 hour 20 minutes. 20 minutes is 20/60. 1/3. സോ 1/3 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 4/3 hours എഴുതാം. 4/3. അപ്പോൾ ഈ കേസിൽ 4/3 hours എടുക്കുന്നുണ്ട്. 135 km/h ആണ് സ്പീഡ്. ഡിസ്റ്റൻസ് പറയുന്നത് സ്പീഡിൻ്റെ ടൈം 135 × 4/3. 45 × 4 = 180 ഓപ്ഷൻ. അപ്പോൾ ഞാനീ പറഞ്ഞിരിക്കുമ്പോൾ ഞാനീ എഴുതിയിരിക്കുന്ന പല സ്റ്റെപ്പും കട്ട് ചെയ്തിട്ട് വേണം ചെയ്യാൻ. എല്ലാ സ്റ്റെപ്പും നമ്മൾ എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സാമിന് സമയം കിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഫാസ്റ്റായിട്ട് ചെയ്യണം. ഓക്കെ. 19.
If a person reduces his speed by 27.27%, he takes 66 minutes to reach his destination. Okay. Find the time taken by the person in minutes to reach his destination if he increases his speed by 20%. Speed 20% increase ചെയ്യേണ്ടി. ഇവിടെയും എന്താണ്? ഡിസ്റ്റൻസ് ഇസ് കോൺസ്റ്റൻറ്റ്. ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമ്മൾ എന്താണ്? സ്പീഡ് റേഷ്യോ വിൽ ബി ഇൻവേഴ്സ്ലി അല്ലെങ്കിൽ ഇൻവേഴ്സ് ആയിരിക്കും ടൈമിൻ്റെ റേഷ്യോ. 27.27 എന്ന് പറഞ്ഞ സാധനം ശരിക്കും എന്താ? നമുക്കറിയാം 1/11 എന്ന് പറയുന്ന സാധനമാണ്. 9.09% ആണ് 1/11. 1/11 is 9.09. ഈ 9.09 into 3 അല്ലേ 27.27 വരുന്നത് ആണ്. അപ്പോൾ 3/11. 3/11 ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 27.27% കിട്ടുന്നത്. ഓക്കെ. അപ്പോൾ സ്പീഡ് റെഡ്യൂസ് ചെയ്യുന്നത് 3/11. 3/11 വെച്ചിട്ടാണ് റെഡ്യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ സ്പീഡ് എത്രയാണ്? ഇനീഷ്യലി 11 ആയിരുന്നു, അതിൽ 3 റെഡ്യൂസ് ചെയ്തു, അപ്പോൾ 8 ആയി. സെക്കൻഡ് കേസിൽ സ്പീഡ് 8. നമുക്കറിയാം ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നേരെ ഉൾട്ട വരും. 8:11. 8:11. ഓക്കെ. അപ്പോൾ ഇവിടെ സെക്കൻഡ് കേസ് അങ്ങനെ സ്പീഡ് റെഡ്യൂസ് ചെയ്തപ്പോൾ 66 മിനിറ്റാണ് എടുത്തത് ഡെസ്റ്റിനേഷൻ എത്താൻ. അപ്പോൾ ഈ 11 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 66 മിനിറ്റാണ്. അപ്പോൾ ഒരു യൂണിറ്റ് എത്രയായി? 6 മിനിറ്റായി. ഒരു യൂണിറ്റ് 6 മിനിറ്റ്. ഓക്കെ. പിന്നെ 6 യൂണിറ്റ് ഇത് എത്ര? 48. ഇത് 48. ചോദിച്ചിരിക്കുന്നത് കുറച്ച് ട്വിസ്റ്റാണ്. ഒന്നുമില്ല, സ്പീഡിനെ 20% ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? 20% സ്പീഡ് ഇൻക്രീസ് ചെയ്താൽ സമയം എത്ര എടുക്കുന്നതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്പീഡും ടൈമും ഡിസ്റ്റൻസും എല്ലാം കണ്ടുപിടിച്ച് വരുമ്പോഴേക്കും സമയമാവും. അങ്ങനെ ചെയ്യരുത്. 20% ഈ പെർസെൻറ്റേജ് കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെയും പെർസെൻറ്റേജ് വെച്ച് നമുക്ക് കളി കളിക്കാം. 20% 1/5 ആണ്. 20% 1/5 ആണ്. അപ്പോൾ നമ്മൾ അവിടെ പിന്നെ കൂടി എത്രയാണ്? അവിടെയല്ല, ബേസിക്കലി ആദ്യം ഒരു സ്പീഡ് ഉണ്ട്. ഇതാണ് ഇനീഷ്യൽ സ്പീഡ്. ഈ ഇനീഷ്യൽ സ്പീഡിൽ നിന്ന് സ്പീഡ് റെഡ്യൂസ് ചെയ്തു. അങ്ങനെയാണ് ഈ കേസ് വന്നത്. ഇപ്പോൾ എന്ത് ചെയ്യുക പറയുന്നത്? നമ്മൾ ഇനീഷ്യലിൽ നിന്ന് റെഡ്യൂസ് ചെയ്യാതെ 20% ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര സമയം എടുക്കുന്ന വയ്ക്കുന്നത്. അപ്പോൾ 20% 1/5 ആണ്. അപ്പോൾ എത്ര ഉണ്ട്? 5 ഇവിടെ എഴുതിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കാണാൻ പറ്റിയൊന്നുമില്ല. ഓക്കെ, ഇവിടെ നോക്കാം. 5 എന്നുള്ള സാധനം എന്തായി? 6 ആയി. അതാണ് സ്പീഡ്. അപ്പോൾ ടൈം എന്തായിരിക്കും? 6:5 ആവും. അതെ, 40 അല്ലേ? ഓപ്ഷൻ ബി കറക്റ്റ്. 40 ആണ്. 6:5 ആയി. 6:5. അപ്പോൾ എന്ത് കിട്ടി? ഈ 6 എന്ന് പറയുന്ന സാധനമാണ് 48. ഈ 6 എന്ന് പറയുന്ന സാധനമാണ് 48. സോ 6 into 8 ആണ് 48. സോ 5 into 8 40. 5 into 8 40. ഓപ്ഷൻ ബി അല്ലേ? യെസ്, ഗിരി കറക്റ്റാണ്. 40. അപ്പോൾ എങ്ങനെയാണ് 20% എന്ന് പറയുന്ന സാധനത്തിന് നമ്മൾ ഉടനെ അല്ലെങ്കിൽ എന്താണ് നമ്മൾ സ്പീഡ് കണ്ടുപിടിച്ചിട്ട് വീണ്ടും സ്പീഡിൻ്റെ ഒറിജിനൽ ഫിഗർ കണ്ടുപിടിച്ചിട്ട് 20% കൂട്ടാൻ നിൽക്കരുത്. 20% 1/5 ആണ് കൂട്ടിയാൽ മനസ്സിലായി. സോ 5 ഉള്ളത് 6 ആയി. ടൈം ആകുമ്പോൾ 6:5 ആവും അല്ലേ? 5 6 6:5 ആവും. 6 എന്ന് പറയുന്ന സാധനമാണ് 48. കാരണം നമുക്കറിയാം ഇവിടെ ഈ സാധനമാണ് 6 ഉള്ളത്. സോ 48. 48 ആകുമ്പോൾ ഇൻറ്റു 8 ടൈംസ് ആണ്. സോ 5 into 8 40. ഈ അവസാനത്തെ ഭാഗം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ. എന്തെങ്കിലും കാരണവശാൽ അത് മനസ്സിലായിട്ടില്ലെങ്കിൽ കഷ്ടമാണ്. ഇപ്പോൾ പറഞ്ഞാലും എനിക്ക് ഒരു ഫീഡ്ബാക്ക് കിട്ടില്ല. അപ്പം ഓക്കെ. 20. A person covers a certain distance with a certain speed. If he increases his speed by 15 km/h, 15 km/h സ്പീഡ് കൂട്ടി. അങ്ങനെയാണെങ്കിൽ 16 മിനിറ്റ് ഏർലി എത്തും. ബൈ ഹൗ മച്ച് ടൈം വിൽ ബി ലേറ്റ് ഇഫ് ഹി റെഡ്യൂസസ് ഹിസ് സ്പീഡ് ബൈ 12 km/h if his initial speed is 60 km/h. ഇനീഷ്യൽ സ്പീഡ് 60 km/h ആണ്. 60. ഓക്കെ. അവരെന്ത് ചെയ്യുന്നത്? പിന്നെ ഇൻക്രീസ് ചെയ്യുന്നു. 15 ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ 75 ആയി. റേഷ്യോ എത്രയാണ്? 4:5. സെയിം ഡിസ്റ്റൻസ് ആണല്ലേ? സെയിം ഡിസ്റ്റൻസ് മാറിയിട്ടില്ല. ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ എന്താ നമുക്ക് ഇങ്ങനെ എഴുതാം? എന്തായാലും 5:4 എന്ന് എഴുതാം. 5:4 എന്ന് എഴുതാം. അതുപോലെ തന്നെ ഡിസ്റ്റൻസ് എത്രയാണ്? അല്ല, ടൈമിൽ ഡിഫറൻസ് എത്രയാണ്? 1 യൂണിറ്റ് എന്ന് പറയുന്നത് 16 മിനിറ്റ് ആണ്. 1 യൂണിറ്റ് 16 മിനിറ്റ് ആണ്. ഓക്കെ. അപ്പോൾ നമുക്ക് പിന്നെ ഇവിടെ 5 എത്ര കിട്ടുന്നത്? 18. 5 യൂണിറ്റ് എന്ന് പറയുന്നത് 80. 16 into 5 80 മിനിറ്റ്സ് എന്ന് കിട്ടി. ഓക്കെ. പിന്നെ ഇനി ഹൗ മച്ച് ടൈം വിൽ ബി ലേറ്റ് ഇഫ് ഹി റെഡ്യൂസസ് സ്പീഡ് ബൈ 12 km/h. 12 കിലോമീറ്റർ കുറച്ചാൽ എത്ര ലേറ്റ് ആവും? ഇപ്പോഴത്തെ ഇനീഷ്യൽ സ്പീഡ് എത്രയാണ്? 60 ആണ്.
ഇനീഷ്യൽ സ്പീഡ് 60 ആണ്. അപ്പോൾ നമ്മൾ 60 എന്നുള്ളത് വീണ്ടും എന്ത് ചെയ്യാണ് 48 12 കുറച്ചിട്ടുണ്ടെങ്കിൽ എത്ര വരും 48. അപ്പോൾ റേഷ്യോ എത്ര 5 4 5:4 ഇതാണ് സ്പീഡ് റേഷ്യോ. ടൈം എടുക്കണേ എന്ത് വരും 4:5 4:5. ഓക്കെ, ഈ 4 ആണ് എന്ത് 80, ഈ 4 ആണ് 80. അപ്പോൾ 5 എന്തായിരിക്കും 4 × 20 ആണ് 80, 5 × 20 5 × 20 ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ 4ഉം 5ഉം അല്ലേ 4ഉം 5ഉം തമ്മിൽ 1 യൂണിറ്റാണ് ഡിഫറൻസ്. ഇത് അവിടെ എഴുതിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ നിങ്ങൾക്ക് മനസ്സിലാവുമോ എന്നുള്ളത്. ഓക്കെ, ഈ 4നും 5ൻ്റെ ഇടയിൽ 1 യൂണിറ്റാണ് ഡിഫറൻസ്. ആ 1 യൂണിറ്റ് തന്നെ എന്താണ് 20 അല്ലേ. ഓപ്ഷൻ ബി കറക്റ്റ് ഓപ്ഷൻ ബി. ഓക്കെ, അതായത് 60 ആണ് ഇനീഷ്യൽ, അവിടുന്ന് 12 km/h കുറച്ചു. 60 - 12 48. അവർ തമ്മിൽ റേഷ്യോ എത്ര 5:4. സ്പീഡ് 5:4 ആണ്, ടൈം 4:5. ഓക്കെ, അപ്പോൾ 4 എന്ന് പറയുന്ന സാധനമാണ് നമുക്കിവിടെ 80 കിട്ടിയത് അല്ലേ. 60ക്ക് ഈക്വലൻ്റ് ആയിട്ട് 60 km കവർ ചെയ്യാൻ 80 മിനിറ്റ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 4 യൂണിറ്റ് 80 ആണ്. അപ്പോൾ ഇൻറ്റു 20 ആണ്, 20 ആണ് മൾട്ടിപ്ലൈയിങ് ഫാക്ടർ. നമുക്ക് എന്താ പറയേണ്ടത് എത്ര ലേറ്റ് ആവും. അപ്പോൾ 1 യൂണിറ്റാണ് ലേറ്റ് ആവുക. 4 എന്നുള്ളത് 5 എടുക്കും, സോ 1 യൂണിറ്റ് ലേറ്റ്. 1 യൂണിറ്റ് 20 minutes. ഓപ്ഷൻ ബി. A car covers a certain distance in 9 1/3 hours. The speed is increased by 9 km/h. Then it will take 80 minutes less to cover the same distance. Certain distance in 9 1/3 hours ആണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, 9 1/3 ആണ് 28/3 ആണ്. 28/3 ആണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, 28/3 is the time taken by the car. സ്പീഡ് എന്ത് ചെയ്തു ഇൻക്രീസ് ചെയ്തു 9 എത്രയോ ഇൻക്രീസ് ചെയ്തു. ഓട്ടെ, ഇറ്റ് വിൽ ടേക്ക് 80 minutes less. 80 minutes less ആണ് എടുക്കുന്നത് ടു കവർ ദ സെയിം ഡിസ്റ്റൻസ്. 80 മിനിറ്റ് എന്താ 1/4 അല്ലേ വരാ അല്ലേ. അല്ല 1/3 അല്ലെങ്കിൽ 1/3 hours അല്ലെങ്കിൽ 4/3 hours ആണ്. 80 minutes എന്ന സാധനം 1 hour plus 20 minutes ആണ്. 20/60 1/3 ആണ്. സോ 1 hour plus 1/3 hours 4/3 hours ആണ് എടുക്കുക. 4/3 hours എന്താണ് കുറവാണ് എടുക്കുന്നത്. ഫസ്റ്റ് കേസിൽ ഇനീഷ്യലി 28 മണിക്കൂർ എടുക്കുന്നു. സെക്കൻഡ് കേസിൽ 4/3 hours കുറവാണ്. അപ്പോൾ സെക്കൻഡ് എത്ര വരിക 28/3 മൈനസ് 4/3 ചെയ്താൽ എന്ത് കിട്ടും 28/3 8 മണിക്കൂർ. 8 മണിക്കൂർ കിട്ടും. ഫസ്റ്റ് കേസിൽ 28/3 മണിക്കൂർ എടുക്കും. സെക്കൻഡ് കേസിൽ 8 മണിക്കൂറാണ് എടുക്കുന്നത്. അപ്പോൾ ടൈമിൻ്റെ റേഷ്യോ കിട്ടി. സെയിം ഡിസ്റ്റൻസ് ആണ്, ഡിസ്റ്റൻസ് സെയിം ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് റേഷ്യോ ഉൾട്ടാക്കിയാൽ മതി. അപ്പോൾ 28/3 ഇതാണ് ടൈമിൻ്റെ റേഷ്യോ. ഇത് നമ്മൾ മാറ്റുമ്പോൾ 28ഉം 24ഉം വരും. അപ്പോൾ എത്ര കിട്ടും 14ഉം പിന്നെ 7:6 കിട്ടും. 7:6 കിട്ടും അല്ലേ. 7:6. അതൊന്ന് മായച്ചേക്കാം. അയ്യോ, റൈറ്റ്. റേഷ്യോ എത്രയാ 7:6 അല്ലേ. 7:6 ആണ് സ്പീഡിൻ്റെ റേഷ്യോ. ടൈമിൻ്റെ റേഷ്യോ എത്ര കിട്ടും അപ്പോൾ 6:7 കിട്ടും. ഓക്കെ, ഈ സ്പീഡ് എത്ര കിട്ടുന്നത് സ്പീഡ് എത്ര 7:6 നമ്മളുള്ള ടൈമാണ് അല്ലേ. ഇത് ടൈമിൻ്റെ റേഷ്യോ ആണ്. 7:6. സ്പീഡിൻ്റെ റേഷ്യോ 6:7 അല്ലേ. നേരെ തിരിച്ചു 7:6 ആയി 6:7 ആയി. ഓക്കെ, അപ്പോൾ സ്പീഡ് ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്ന 9 മണിക്കൂർ. 9 km/h എന്ന് പറയുന്നത്. സോ 1 യൂണിറ്റ് ഇസ് 9 km/h. ഓക്കെ, ഡിസ്റ്റൻസ് എത്രയാണ് ഇത് എത്രയായിരിക്കും 6 × 9 54 km/h. ഓക്കെ, 54 km/h ഇൻറ്റു നമുക്ക് ഡിസ്റ്റൻസ് അറിയണ്ട. ഡിസ്റ്റൻസ് സ്പീഡ് ഇൻറ്റു ടൈം. അപ്പോൾ 54 ഇൻറ്റു ഫസ്റ്റ് കേസിൽ എത്രയാണ് സ്പീഡ് 28/3. 54 × 28/3 എന്ന് തന്നെ ആൻസർ കിട്ടും. എത്രയാണ് 18 ഇൻറ്റു 28 എന്ന് പറയുമ്പോൾ ഇവിടെ 8 8 64 4 ഒറ്റൊന്നേ പോകുന്നുള്ളൂ അല്ലേ. 4 അവസാനം യൂണിറ്റ് ഡിജിറ്റായി ഒറ്റ നമ്പറേ ഉള്ളൂ. സോ ഓപ്ഷൻ ബി കറക്റ്റ്. ഓപ്ഷൻ ബി 504 അല്ലേ. 18 × 24 കംപ്ലീറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പാടില്ല. 8 ഇൻറ്റു
അവസാന യൂണിറ്റ് ഡിജിറ്റ് 8 × 8 ആണ്. സോ 64, 4 വരിക. ആ 4 വരുന്ന യൂണിറ്റ് ഡിജിറ്റായിട്ട് വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ ബി. യെസ്, 22. രമേഷ് ട്രാവൽസ് ബൈ ബസ് ഫ്രം സിറ്റി എ ടു സിറ്റി ബി അറ്റ് ആൻ ആവറേജ് സ്പീഡ് ഓഫ് 44. ഓക്കെ, സുരേഷ് ട്രാവൽസ് ബൈ ടാക്സി ഫ്രം സിറ്റി എ ടു ബി, സെയിം ഡിസ്റ്റൻസ്, സ്പീഡ് എത്രയാണ്? 77. ടേക്ക് 6 hours ലെസ്സർ ടൈം ദാൻ രമേഷ്. സെയിം അല്ലേ, സെയിം പാറ്റേൺ ആണ്. നിങ്ങൾക്ക് ചെയ്യാം, ഫാസ്റ്റായിട്ട് ചെയ്യാം. ഫസ്റ്റ് കേസിൽ 44 ആണ് അല്ലേ, പിന്നെ 77 ആണ്. അവിടെ തന്നെ 4:7 കിട്ടും. 4:7 ആണ് സ്പീഡ്. ടൈം എന്ന് പറയുന്നത് 7:4. 3 യൂണിറ്റ് എന്നാണ്. എന്ത് 3 യൂണിറ്റ് 6 hours, 1 യൂണിറ്റ് 2 hours. എന്താണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 hours, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 സിറ്റി. 7 × 2 14 hours എടുക്കും സമയം. 14 × 44 അല്ലേ, എത്ര കിട്ടും? ഓപ്ഷൻ ഇവിടെ ഒരു ചെറിയൊരു സംഭവമുണ്ട്. ഇവിടെ 14 hours എന്ന് ഇവിടെ കിട്ടി. 14 × 44. ഈ 14 × 44 ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. നമ്മൾ 2 4 4 16 യൂണിറ്റ് ഡിജിറ്റ് 4 × 4 വരുമ്പോൾ 6 വരുന്നുണ്ട്. അവസാനം 6 ആണ് യൂണിറ്റ് ഡിജിറ്റ് വരേണ്ടത്. പക്ഷേ ഓപ്ഷൻ എയിലും ബിയിലും യൂണിറ്റ് ഡിജിറ്റ് 6 ആണ് വരുന്നത്. യൂണിറ്റ് ഡിജിറ്റ് 6 ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡിജിറ്റൽ സം എടുത്താൽ മതി അല്ലേ. ഡിജിറ്റൽ സം എടുത്താൽ എന്ത് കിട്ടും? 4ൻ്റെയും 5ൻ്റെയും ഡിജിറ്റൽ സം 5. 4 × 4 8, 5 8 40. അപ്പോൾ ഡിജിറ്റൽ സം 4 ആണ്. ഡിജിറ്റൽ സം 4. ഇവിടെ 7 2 7 2 പോയി. ഇവിടെ 6 പറ്റില്ല. അപ്പോൾ ഓപ്ഷൻ ബി 616 ആണ് ആൻസർ വരിക. ഇത് ഫുള്ളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പാടില്ല. ഇങ്ങനത്തെ എന്തെങ്കിലും ഉടായ്പ് ചെയ്യുക, എന്നിട്ട് മാത്രം ആൻസർ ചെയ്യാം. 21. Samir drove at a speed of 81 km/h from home to resort. Returning over the same route, he got stuck in traffic, so took 56 minutes longer. Also, he could drive only at speed of 60 km/h. അപ്പോൾ കൂടുതലായിട്ട് ഇവിടെ ഇതൊന്നുമില്ല, എന്താണ് കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. സമീറിനെ ഹോം ടു റിസോർട്ട് ആദ്യം 81 കിലോമീറ്റർ എടുത്തു, തിരിച്ചു വരുമ്പോൾ 60 കിലോമീറ്റർ ആണ് സ്പീഡ്. സ്പീഡിൻ്റെ റേഷ്യോ വന്നിട്ടുണ്ട്, ഡിസ്റ്റൻസ് സെയിം ആണ്. ഡിസ്റ്റൻസ് സെയിം ആകുമ്പോൾ എന്താണ് നമ്മൾ സെയിം ലോജിക് തന്നെ. അപ്പോൾ സ്പീഡ് എത്രയാണ്? സ്പീഡ് ഫസ്റ്റ് കേസിൽ 81, സെക്കൻഡ് കേസിൽ 60. ഇത് നമുക്ക് റേഷ്യോ എടുക്കാം. റേഷ്യോ 27 20 വരും. 27 20 അല്ല വരാം, കറക്റ്റ്. 21 27 20 കറക്റ്റ്. ഓക്കെ, അപ്പോൾ ടൈം എത്ര വരാം? നേരെ തിരിച്ചിട്ട് ടൈമിൻ്റെ റേഷ്യോ പറയുമ്പോൾ 20:20. ഇവിടെ എത്ര ഡിഫറൻസ് എത്ര വരുന്നത്? ഇവർ 56 മിനിറ്റ് ആണ് തിരിച്ചു വരുമ്പോൾ കൂടുതൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 7 യൂണിറ്റ് എന്ന് പറയുന്നത് 56 മിനിറ്റ് ആണ്. 1 യൂണിറ്റ് എന്ന് പറയുന്നത് 8 മിനിറ്റ് ആണ്. ശരിയല്ലേ? അതെ. അപ്പോൾ 20 യൂണിറ്റ് എത്രയാണ്? 160 മിനിറ്റ്. ഡിസ്റ്റൻസ് ആയി വെച്ചാൽ ഹൗ മെനി കിലോമീറ്റേഴ്സ് ഡിഡ് ഹി ഡ്രൈവ് ഈച്ച് വേ എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് ഫ്രം ഹോം ടു റിസോർട്ട്. ഇവിടുത്തെ സ്പീഡ് എത്ര? 81 km/h ആണ്. 81 km/h ഇൻറ്റു 160 പോരാ, 160 ഡിവൈഡഡ് ബൈ 60 ചെയ്താൽ മതി അല്ലേ. എത്ര വരും? 3 27 2 2 8 27 × 8 7 8 യൂണിറ്റ് ഡിജിറ്റ് 6 വരണം. അപ്പോൾ ഓപ്ഷൻ എ. ഓക്കെ, വെരി ഗുഡ്. 24. A man started his journey 40 minutes later than usual time due to family fight. But due to urgent work, he increased his speed to 160% of his usual speed. So he reached the 35 minutes early at his destination. What is the usual time taken by him for the journey? 40 മിനിറ്റ് ആണ് സാധാരണഗതിയിൽ, യൂഷ്വൽ ടൈം. സാധാരണ എടുക്കുന്നതിനെക്കാട്ടും 40 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അതുപോലെ തന്നെ ട്രാവൽ ചെയ്യുമ്പോൾ 160% ഓഫ് യൂഷ്വൽ സ്പീഡ് എടുത്തിരിക്കുന്നത്. 160% ഓഫ് യൂഷ്വൽ സ്പീഡ് എന്ന് പറയുമ്പോൾ 100 160 എടുത്താൽ മതി. 10 16 എത്ര വരും? സ്പീഡ് നോക്കുകയാണെങ്കിൽ 100 160 എത്ര വരിക? 5:8. 5:8 റേഷ്യോ വരും. ടൈം എന്താണ്? ടൈം നേരെ തിരിച്ചാണ്. ഡിസ്റ്റൻസ് കറക്റ്റ്, ഡിസ്റ്റൻസ് സെയിം ആണ്, കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ സ്പീഡിൻ്റെ റേഷ്യോ നേരെ റിവേഴ്സ് ആയിരിക്കും. 8:5. 8:5 ആണ് ടൈം. എത്രയാണ്? ശ്രദ്ധിക്കുക, 40 മിനിറ്റ് ലേറ്റായിട്ട് പുറപ്പെട്ടു. പക്ഷേ എന്നിരുന്നാലും 35 മിനിറ്റ് നേരത്തെ എത്തി എന്ന് വെച്ചാൽ 40 കുറഞ്ഞു.
ഫസ്റ്റ് കേസിൽ അല്ലേ, ഇതാണ് സാധാരണ പോകുന്ന കേസിൽ. പക്ഷേ ഇവിടെ എന്താണ്, സാധാരണ പോകുന്നതിൽ നിന്നും 40 മിനിറ്റ് ലേറ്റായി. 40 മിനിറ്റ് ലേറ്റായി. അത് മാത്രമല്ല, നേരത്തെ സാധാരണ എത്തുന്നതിനേക്കാളും 35 മിനിറ്റ് നേരത്തെ എത്തി. അപ്പോൾ 40 കുറഞ്ഞു, 35 കുറഞ്ഞു. ആകെ ട്രാവൽ ചെയ്യുന്നത് 40 + 35. 40 + 35, 40ഉം 35 മിനിറ്റ് രണ്ടും കുറഞ്ഞു. ട്രാവൽ ആകത്രേ ഉള്ളൂ. ഐ മീൻ ട്രാവൽ ചെയ്ത യൂഷ്വലി ട്രാവൽ ചെയ്യുന്നത് 40 + 35, 75 മിനിറ്റ്സ് കുറഞ്ഞു. എന്ന് വെച്ചാൽ ഈ ഡിസ്റ്റൻസ് ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 3 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഡിഫറൻസ് 75 മിനിറ്റ്. ഓക്കെ, 3 യൂണിറ്റ് 75 ആണെങ്കിൽ 1 യൂണിറ്റ് എത്രയാണ്? 25 മിനിറ്റ്സ്. വാട്ട് ഇസ് എ യൂഷ്വൽ ടൈം ടേക്കൺ ബൈ ഹിം ഫോർ ദ ജേർണി? യൂഷ്വൽ ടൈം എത്രയാണ്? യൂഷ്വൽ ടൈം എന്ന് പറയുന്നത് പിന്നെ 8 ആണ്. സോ 25 × 8 എന്ന് പറയുന്നത് 25 × 8 ഇസ് 200 മിനിറ്റ്സ്. 200 മിനിറ്റ്സ് എന്നാൽ 3 hours and 20 minutes. ഓപ്ഷൻ ഡി. 3 hours and 20 minutes. ഓപ്ഷൻ ഡി. 25. A train travels 198 kilometers in a certain time. If it travels 14 2/7 ആണ്. 14 2/7% faster than a car, then both reached at the same time because there was a 16.5 minute halt for the train. ഈ 16.5 minute halt എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ, അവർ തമ്മിൽ ട്രെയിൻ എടുത്ത സമയം, കാറ് യാത്ര ചെയ്ത സമയവും ട്രെയിൻ യാത്ര ചെയ്ത സമയവും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. 16.5 മിനിറ്റ്സ് ആണ്. കാറ് എത്ര സമയം യാത്ര ചെയ്തിട്ടുണ്ട് അതിലേക്കാളും 16.5 മിനിറ്റ് കുറവാണ് ട്രെയിൻ എടുത്തിരിക്കുന്നത്. ഈ 198 കിലോമീറ്റേഴ്സ് അവിടെ കട്ടെ, നമുക്ക് എന്താ വേണ്ടത്? സെയിം ആണ്, ഡിസ്റ്റൻസ് സെയിം ആണല്ലോ. അപ്പോൾ പിന്നെ റേഷ്യോ എടുത്താൽ മതി. 14 2/7% എന്ന സാധനം എന്താ? 1/7 ആണ്. 1/7 ഫാസ്റ്റർ ദാൻ എ കാർ. ട്രെയിനിൻ്റെ സ്പീഡ് എടുക്കുകയാണ്. കാർ എടുക്കാൻ ആദ്യം കാറ് 7 ആണെങ്കിൽ ട്രെയിൻ എത്രയാണ്? 8 ആണ് അല്ലേ? കാറ് 7 ആണ് സ്പീഡെങ്കിൽ ട്രെയിനിൻ്റെ സ്പീഡ് 8 ആണ്. കാരണം 1/7 ഫാസ്റ്റർ ദാൻ എ കാർ. 1/7 ഫാസ്റ്റർ ദാൻ എ കാർ എന്ന് പറയുമ്പോൾ 7 നമുക്ക് കാറായിട്ട് എടുക്കാം. 1 എന്താണ്? ഇൻക്രീസ് ആണ്. എത്ര ഇൻക്രീസ് ഉണ്ട്? 1. അപ്പോൾ 7 + 1 8. 8 ആണ് ട്രെയിനിൻ്റെ സ്പീഡ്. ഓക്കെ, ഡിസ്റ്റൻസ് സെയിം ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നേരെ തിരിച്ചിടാം. 8:7 ഇടാം. 8:7 ഇടാം. ഓക്കെ, ബോത്ത് റീച്ച് അറ്റ് ദ സെയിം ടൈം. ഞാൻ പറഞ്ഞു ഇത് നമ്മൾ ട്രെയിനും കാറും ട്രാവൽ ചെയ്ത സമയത്തിൻ്റെ വ്യത്യാസമാണ് 16.5 മിനിറ്റ്. 16.5 മിനിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 8ഉം 7ഉം 1 യൂണിറ്റ്. 1 യൂണിറ്റ് എന്താണ്? 16.5 മിനിറ്റിന് നമുക്ക് 33/2 കിട്ടിക്കൂടെ? ജസ്റ്റ് എന്താണ് കാൽക്കുലേഷൻ്റെ ഒരു ഇതിന് വേണ്ടി 33/2. സ്പീഡ് ഓഫ് ദ കാർ എന്താണ്? സ്പീഡ് ഓഫ് ദ കാർ. ഓക്കെ, ഫസ്റ്റ് കേസ് നമുക്ക് എടുക്കാം. 2 കേസിലും എടുക്കാം. അപ്പോൾ 8 യൂണിറ്റ് ടൈം 8 യൂണിറ്റ് ആകുമ്പോൾ 1 യൂണിറ്റ് 33.2. 8 യൂണിറ്റ് ആണ്. 8 × 33/2 കട്ട് ചെയ്താൽ വരും 132 വരും. 132. ടൈം എത്ര? 132. ഇവിടെ 132 മിനിറ്റ്സ് ആണ്. കാരണം 16 ഇവിടെ 33/2 മിനിറ്റ് ആണ്. ഓക്കെ, സെക്കൻഡ് കേസിൽ കാറിൻ്റെ ടൈം 132 മിനിറ്റ്സ് ആണ്. 132 മിനിറ്റ്സ് എത്രയാണ്? 2 hours 1/5 അല്ലേ? 1/5 hours അല്ലെങ്കിൽ 11/5 hours ആണ്. 11/5 hours. എത്ര ചോദിച്ചിരിക്കുന്നത്? സ്പീഡ് ഓഫ് ദ കാറാണ്. കാർ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് 198 ഡിവൈഡഡ് ബൈ സ്പീഡ് എത്രയാണ്? അല്ല, ടൈം എത്ര? 11/5. സോ 11/5 കട്ട് എത്ര വരും? 18 അല്ലേ? 18 × 5 ഇസ് ഈക്വൽ ടു 90 km/h. 90 km/h. ഓക്കെ, ഓപ്ഷൻ ബി. സമയം എത്രയാണ് നമുക്ക്? ഓക്കെ, 26. The speed of B is 22.5% more than A. They walk 21 hours and 25 hours respectively. If A will move 88 km more than B. ഇത്രയും നേരം നമ്മൾ ചെയ്തതിൽ നിന്ന് കുറച്ച് ഡിഫറൻസ് ഉണ്ട്. എന്താണ്? ഡിസ്റ്റൻസ് ഡിഫറെൻ്റ് ആണ്. ഡിസ്റ്റൻസ് ഇസ് ഡിഫറെൻറ്റ്. ഓക്കെ, ഡിസ്റ്റൻസ് ഡിഫറെൻ്റ് ആണ്. ഇവിടെ സെയിം ഏതാണ്? സ്പീഡ്. ഓക്കെ, 102 6/7 90 ആണ് കിട്ടുക. 25 ആൻസർ ഓപ്ഷൻ ബി ആണ് വരിക.
102 6/7 അല്ല കേട്ടോ ഗിരി അല്ലേ. ഒന്നുകൂടെ ചെയ്ത് നോക്കൂ. ഇവിടെ ഇപ്പോൾ സ്പീഡ് 7:8 കിട്ടും അല്ലേ. 14 2/7 എന്ന് പറയുമ്പോൾ 1/7 ആണ്. സ്പീഡ് എത്ര 7 to 8 ആണ് വരിക. ടൈം എത്ര വരിക 8:7 വരും. ഓക്കെ 8:7 വരും. അപ്പോൾ 1 യൂണിറ്റ് എത്ര 33/2 16.5 നമുക്ക് 33/2 മിനിറ്റ്സ് എന്നാക്കാം. അപ്പോൾ 8 യൂണിറ്റ് എത്ര 8 into 33/2 132 മിനിറ്റ് ആണ് സി ട്രാവൽ ചെയ്യാൻ എടുത്ത ടൈം. 132 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 11/5 hours ആണ്. അപ്പോൾ മൊത്തം ഡിസ്റ്റൻസ് 198 198/11/5 എന്ത് കിട്ടും 18 into 5 90 കിലോമീറ്റർ പറഞ്ഞിട്ട്. ഓക്കെ 26 എന്ന് പറയുന്നത് പിന്നെ 22.5% മോർ. സ്പീഡ് ഓഫ് ബി ഇസ് 22.5% മോർ തന്നെ. 22.5% പറഞ്ഞാൽ 9/40 ആണ്. 9/40. അപ്പോൾ ഇത് ചിലപ്പോൾ അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി. 22.5%നെ 10% പ്ലസ് 12.5% എടുത്താൽ മതി. 10% 1/10 ആണ്. 12.5 എന്ന് പറഞ്ഞാൽ 1/8 ആണ്. ഇങ്ങനെ എന്ത് കിട്ടും 9/40 എന്ന് കിട്ടും. 9/40. ഓക്കെ അപ്പോൾ ഫസ്റ്റ് കേസിൽ എത്രയാണ് സ്പീഡ് എത്രയാണ് സ്പീഡ് എയും ബിയും 22.5% മോർ ദാൻ എ. അപ്പോൾ എ 40 ആണെങ്കിൽ ബി എത്രയാണ് ബിയുടെ സ്പീഡ് 49 ആണ്. ഓക്കെ ടൈം എത്ര എടുത്തിരിക്കുന്നത് ടൈം എന്ന് പറയുന്നത് 21 hours അല്ലേ. എ 21 മണിക്കൂർ നടന്നു, ബി 25 മണിക്കൂർ നടന്നു. ഇവർ നമുക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചൂടെ. ഡിസ്റ്റൻസ് എങ്ങനെ പിടിക്കാം എങ്ങനെ 40 ഇൻറ്റു സ്പീഡ് ഇൻറ്റു ടൈം. ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. സ്പീഡ് ഇൻറ്റു ടൈം 40 ഇൻറ്റു 21 എന്ന് ചെയ്യാം. ഇവിടെ എന്തായിരിക്കും 49 ഇൻറ്റു 25 ചെയ്യാം. ഇവിടെ നിന്ന് കട്ട് ചെയ്താൽ നമുക്ക് റേഷ്യോ കിട്ടും. ഡിസ്റ്റൻസിൻ്റെ റേഷ്യോ കിട്ടും. എത്ര കിട്ടും ഇവിടെ 7 3 ടൈംസ് 7 ടൈംസ് 5 8 25. അപ്പോൾ 24:35 കിട്ടും. 24:35 എന്ന് എന്ത് കിട്ടും സ്പീഡിൻ്റെ ഡിസ്റ്റൻസിൻ്റെ റേഷ്യോ കിട്ടും. ഡിസ്റ്റൻസിൻ്റെ റേഷ്യോ ഇവിടെ എ വിൽ മൂവ് 88 കിലോമീറ്റേഴ്സ് മോർ ദാൻ ബി എന്ന് കിട്ടും. 88 കിലോമീറ്റേഴ്സ് മോർ ദാൻ ബി എന്നാണ്. അപ്പോൾ 24 35 24 എയുടെ ഡിസ്റ്റൻസ് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ അവിടെ 24 35 അവിടെ എടുത്തതിൽ ഒരു ചെറിയൊരു മിസ്റ്റേക്കാണ്. സ്പീഡ് ഓഫ് ബി ഈസ് 22.5 മോർ ദാൻ എ അല്ലേ. സ്പീഡ് ഇപ്പോൾ 49. എ 40 ആണെങ്കിൽ ബി 49. എ വാക്ക് 21 ആൻഡ് ഇഫ് എ വിൽ മൂവ് 88 kilometers more than B. ഓക്കെ വാട്ട് എവർ എന്തായാലും ഇവർ തമ്മിൽ എൻ്റെയും ബിൻ്റെ ഡിഫറൻസ് 88 കിലോമീറ്റേഴ്സ് ആണ്. 88 കിലോമീറ്റർ ആണ്. അപ്പോൾ ഇവർ തമ്മിൽ ഡിഫറൻസ് ആണ് 88. എത്ര 11 യൂണിറ്റ് ആണ് 88 കിലോമീറ്റർ. ഒരു യൂണിറ്റ് എത്ര 8 കിലോമീറ്റർ. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര 24 + 35 is 59. 59 into 8 59 into 8 9 into 8 2 അറ്റെന്ന് വരുന്നില്ല. ഓപ്ഷൻ സി 472. 59 into 2 ഒന്നും കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ പാടില്ല. കറക്റ്റാണ് 472. ഗുഡ്. 27. A person can travel a certain distance in 8 hours. If he reduced the speed by 36.66%, then he would cover 132 kilometers less in time. അപ്പോൾ ക്വസ്റ്റിൻ്റെ ഒരു പാറ്റേൺ ഒക്കെ മാറി ഡിസ്റ്റൻസ് ഡിഫറെൻ്റ് ആയി. ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആവുന്ന രീതിയിൽ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളത് ഇത് മാറി ഡിസ്റ്റൻസ് സെയിം ആയി. കറക്റ്റാണ്. ഓക്കെ ഫൈൻഡ് ദി ആക്ച്വൽ സ്പീഡ് ഓഫ് ദാറ്റ് പേഴ്സൺ. ഓക്കെ സോ എ പേഴ്സൺ ക്യാൻ ട്രാവൽ 8 മണിക്കൂറിലാണ് ട്രാവൽ ചെയ്യുന്നത്. സ്പീഡ് എത്ര കുറയ്ക്കും 36.66% ആണ്. 36.66 നമുക്ക് 30% plus 6.66 ഇടാം അല്ലേ. ഇപ്പോൾ 3/10 പ്ലസ് 6.66 എന്നാൽ 6 2/3 ആണ്. 6 2/3% ആണ്. എത്ര 1/15 നമുക്കറിയാം. 1/15. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും 11/30 കിട്ടും. അതായത് 36.66ൻ്റെ പെർസെൻറ്റേജ് ഇക്വലൻ്റ് ആണ് 11/30. സ്പീഡ് റെഡ്യൂസ് ചെയ്യാണ്. ഫസ്റ്റ് കേസിൽ 30 ആണെങ്കിൽ സെക്കൻഡ് കേസിൽ എത്രയായി 19 ആയി. ഇവിടെ എന്താണ് ഡിസ്റ്റൻസ് പിന്നെ ഡിഫറെൻ്റ് ആണ്. ഓക്കെ ഡിസ്റ്റൻസ് ഡിഫറെൻ്റ് ആണ് പറഞ്ഞിരിക്കുന്നത് എന്താണ് ടൈം സെയിം ആണ് അല്ലേ.
ഇൻ ദ സെയിം ടൈം ആയതുകൊണ്ട് തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ടൈം സെയിം ആണെങ്കിൽ എന്താ വരിക? ടൈം സെയിം ആണെങ്കിൽ ഡിസ്റ്റൻസ് വിൽ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്പീഡ്. എന്ന് വെച്ചാൽ സ്പീഡിൻ്റെ റേഷ്യോ ഡിസ്റ്റൻസിൻ്റെ റേഷ്യോയും സെയിം ആയിരിക്കും. അപ്പോൾ സ്പീഡിൻ്റെ റേഷ്യോ 30:19 ആണെങ്കിൽ ഡിസ്റ്റൻസിൻ്റെ റേഷ്യോ സെയിം 30:19 ആയിരിക്കും. 30:19. ഓക്കെ, ഇവർ തമ്മിലുള്ള ഡിഫറൻസ് ആണ് 132. എത്ര? 11 യൂണിറ്റ് 132 കിലോമീറ്റർ. ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് 12 കിലോമീറ്റർ. ആക്ച്വൽ സ്പീഡ് എത്രയാണ്? ആക്ച്വൽ സ്പീഡ് എത്രയാണ്? ആക്ച്വൽ സ്പീഡ് 30 ആയിട്ടുള്ള സാധനമാണ് വേണ്ടത്. സോ ഇവിടെ എത്രയാണ്? 30 × 12 360 കിലോമീറ്റർ കിട്ടും അല്ലേ? ഒരു യൂണിറ്റ് 12 ആണെങ്കിൽ 30 യൂണിറ്റ് 360 കിലോമീറ്റർ. 360 360 കിലോമീറ്റേഴ്സ്. ഓക്കെ, 8 മണിക്കൂറിലാണ് പോകുന്നത്. 360/8 360/8 എന്ന് പറയുന്ന സാധനം കിട്ടും. അതായത് 45. ഓപ്ഷൻ എ. ഓപ്ഷൻ അല്ലേ? 45 km/h. ഓക്കെ, കറക്റ്റ് അല്ലേ? 28. Joseph diametrically crossed a semicircular playground and takes 48 seconds less than if he crosses this playground along the semicircular path. If he walks 50 meters in 1 minute, the diameter of the playground എന്താണ്? ഡയമീറ്റർ ആണ് വെച്ചിരിക്കുന്നത്. ഇത് നല്ല രസമുള്ള ചോദ്യമാണ്. എങ്ങനെയാണ്? ഡയമീറ്റർ ആണ്. ഒരു സെമി സർക്കിളിൻ്റെ പകുതി. സെമി സർക്കിളാണ് നമ്മളിവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് അതിൻ്റെ സെൻറ്റർ. ആദ്യം ഡയമീറ്ററിലൂടെ ട്രാവൽ ചെയ്തു. അങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ രണ്ടാമത്തെ കേസ് എങ്ങനെയാണ്? സെമി സർക്കുലർ പാത്തിലൂടെ ട്രാവൽ ചെയ്തു. ഇവിടെ ഇങ്ങനെയും ട്രാവൽ ചെയ്തു. അപ്പോൾ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നതിനേക്കാളും അല്ല, ഡയമെട്രിക്കലി ട്രാവൽ ചെയ്യുന്നതിനേക്കാളും 48 സെക്കൻഡ് കൂടുതലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. സെമി സർക്കുലർ പാത്തിലൂടെ പോകുമ്പോൾ എടുത്തിരിക്കുന്നത് അല്ലേ? ടൈം ഡിഫറൻസ് 48 സെക്കൻഡ്സ്. അപ്പോൾ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? ആദ്യം അപ്പം സെയിം ഡിസ്റ്റൻസ് അല്ല, എന്താണ് കോൺസ്റ്റന്റ്? എന്താണ്? സ്പീഡാണ്. കാരണം ജോസഫാണ് പോകുന്നത്. ജോസഫാണ് രണ്ട് സ്ഥലത്തേക്കും പോകുന്നത്. അതുകൊണ്ട് തന്നെ ജോസഫിൻ്റെ സ്പീഡ് കോൺസ്റ്റന്റ് ആണ്. സ്പീഡ് കോൺസ്റ്റന്റ് ആകുമ്പോൾ ഡിസ്റ്റൻസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടൈം. ഡിസ്റ്റൻസിൻ്റെയും ടൈമിൻ്റെയും റേഷ്യോ സെയിം ആയിരിക്കും. ഡിസ്റ്റൻസിൻ്റെ റേഷ്യോ എടുക്കുക. ഫസ്റ്റ് കേസിൽ എത്രയാണ്? ഡയമീറ്റർ വഴിയല്ലേ പോകുന്നത്. അപ്പോൾ നമുക്ക് റേഡിയസ് 6 എടുത്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് കേസിൽ 2r. റേഡിയസ് 6 എടുത്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് കേസിൽ 2r. 2r is to സെക്കൻഡ് കേസിൽ എത്രയാണ്? സെമി സർക്കിളിൻ്റെ അല്ലേ പെരിമീറ്ററിലൂടെ പോകുന്നത്. സെമി സർക്കുലർ പാത്തിലൂടെ പോകുന്നത്, ഇതിലൂടെ പോകുന്നത്. സോ 2πr/2, അതായത് പിന്നെ πr എന്ന് കിട്ടും. ഇതാണ് രണ്ടാമത്തെ കേസിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്. ഇത് കട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 6 പോകും. പൈ നമുക്ക് 22/7 എടുക്കാം. പൈനെ 22/7 എന്നെടുത്താൽ എന്താ നമുക്ക് കിട്ടുക? റേഷ്യോ എത്ര കിട്ടുക? 14:11 അവർ അല്ലേ? 14:11 7:11 വരും. 7:11 കറക്റ്റ് അല്ലേ? അതെ, 7:11. ഈ 7:11 എന്താ സാധനം? നമ്മുടെ ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസിൻ്റെ സെയിം റേഷ്യോ ആയിരിക്കും ടൈം. സോ ടൈമിൻ്റെ റേഷ്യോ 7:11. ടൈമിൻ്റെ റേഷ്യോ 7:11 ആണ്. ഓക്കെ, അതിന് ഡിഫറൻസ് ആണ് 48 സെക്കൻഡ്. സോ ഇവിടെ എത്ര ഡിഫറൻസ്? 7ഉം 11ഉം 4 യൂണിറ്റ്. ഈ 4 യൂണിറ്റ് 48 സെക്കൻഡാണ്. ഒരു യൂണിറ്റ് 12 സെക്കൻഡാണ്. 12 സെക്കൻഡ്. ഇപ്പോൾ ടൈം നമുക്ക് ചോദിച്ചിരിക്കുന്നത് ഇഫ് യു വാക്സ് 50 minutes in 1 minute, ഡയമീറ്റർ ആണ്. ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. പിന്നെ 50 meters in 1 minute ആണ്. 50 meters in 1 minute ആണെങ്കിൽ മീറ്റർ പെർ സെക്കൻഡിൽ എത്രയായിരിക്കും വരിക? കാരണം എല്ലാ സെക്കൻഡിലാണ്, ടൈമൊക്കെ സെക്കൻഡിലാണുള്ളത്. 50/60 5/6 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. 5/2 മീറ്റർ പെർ സെക്കൻഡ് ആണ് സ്പീഡ്. ഓക്കെ, സ്പീഡ്. നമുക്ക് വേണ്ടത് ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് അപ്പോൾ സ്പീഡും ടൈമും മൾട്ടിപ്ലൈ ചെയ്യാൻ മതി. സ്പീഡ് എത്രയാണ്? 5/6. സ്പീഡ് 5/6 ഇൻറ്റു പിന്നെ എവിടെയാണ്? ഇത് 5/6. ഓക്കെ, ടൈം എത്ര കിട്ടുന്നത്? 7 അല്ലേ? അപ്പോൾ ഒരു യൂണിറ്റ് 4 ആണെങ്കിൽ 7 ഒരു യൂണിറ്റ് 12. ഒരു യൂണിറ്റ് 12 ആണെങ്കിൽ 7 × 5/6 × 12 × 7 കറക്റ്റ്. 5 × 2 10 10 × 7
70 meters. Option B. Option B. Correct. Option B. An aeroplane covers a certain distance at 210 km per hour in 14 hours. To cover the same distance in 9 hours 48 minutes, it must travel at a speed of എത്ര? ഓക്കെ, സെയിം ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് സെയിം ആകുമ്പോൾ നമുക്ക് നമ്മുടെ സാധാരണ ലോജിക്ക് എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ 14 hours പിന്നെ 9 hours 48 minutes. ഓക്കെ, 14 9 hours 48. 9 hours 48 എന്ന് പറഞ്ഞാൽ 48 minutes എത്രയാണ്? 48/60 പറയുമ്പോൾ 4/5 അല്ലേ? അല്ല, 4/5. 9 4/5 എന്ന് വരും. 9 4/5 എന്ന് വെച്ചാൽ 49/5 ആണ്. 14 49/5 എത്ര വരും? ഇവിടെ അങ്ങോട്ട് പോകുമ്പോൾ 70 വരും. 70 49 എത്ര കട്ടാവും? 10 7 10:7. 10:7 ആണ് എന്ത്? നമ്മുടെ പിന്നെ ടൈമിൻ്റെ റേഷ്യോ. 10:7. സെയിം ഡിസ്റ്റൻസ് ആയതുകൊണ്ട് നമുക്ക് സ്പീഡ് എന്താവും? ഉൾട്ടായോ? 7:10. ഓക്കെ, ഫസ്റ്റ് കേസിൽ 7 ആണ് 210 ആണെങ്കിൽ രണ്ടാമത്തെ 10 എന്തായിരിക്കും? 300 km/h അല്ലേ? അതായത് 7 × 30 ആണ് 210. 10 × 30 300 km. യെസ്, കറക്റ്റ്. വെരി ഗുഡ്. അപ്പോൾ നമുക്ക് വി ഹാവ് ടൈം ഫോർ ലൈക്ക് അനദർ വൺ മോർ ക്വസ്റ്റ്യൻ. ഒറ്റ ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നമുക്ക് 30 ആക്കിയിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. A car traveling at an average speed of 72, ഒരു 35 ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യാൻ വിചാരിച്ചാണ്. നോക്കാം. A car traveling at an average speed of 72 km takes 9 minutes to travel a certain distance. By how much should it increase its speed to travel the same distance in 8 minutes? സെയിം ഡിസ്റ്റൻസ് ആണ്. സെയിം ഡിസ്റ്റൻസ്, ആവറേജ് സ്പീഡ് 72 അല്ലേ? ടൈം എത്രയാണ്? ടൈമിൻ്റെ റേഷ്യോ പറയുന്നത് 9:8. സ്പീഡ് എത്രയാണ് വരുന്നത്? 8:9. ഈ 8ന് കറസ്പോണ്ടിങ് ആണ് 72 km/h അല്ലേ? ഇപ്പോൾ എത്ര വയ്ക്കുക? 9 വരും. 81 ആണ് 81 km/h അല്ലേ? 81 km/h. ഡിഫറൻസ് എത്ര വരുന്നത്? 9. ഓപ്ഷൻ അല്ലേ? ഓപ്ഷൻ. എങ്ങനെ വരുന്നത്? അതായത് 9 യൂണിറ്റ്, ഒരു യൂണിറ്റ് 9 ആണ്. ഒരു യൂണിറ്റാണ് എത്ര കൂട്ടണം എന്ന് ചോദിക്കുന്നത്. ഹൗ മച്ച് ഷുഡ് ഇറ്റ് ഇൻക്രീസ് സ്പീഡ്? ഹൗ മച്ച് ഷുഡ് ഇറ്റ് ഇൻക്രീസ് സ്പീഡ് ടു ട്രാവൽ ദ സെയിം ഡിസ്റ്റൻസ്? സെയിം ഡിസ്റ്റൻസ് ആണ്, അതുകൊണ്ട് തന്നെ സ്പീഡും ടൈമും ഇൻവേഴ്സ് ആയിരിക്കും. ടൈം എത്ര? 9:8. ടൈം 9:8 ആണ്. 9 8. നമുക്ക് ഇപ്പോൾ km/h ആണെന്ന് വിചാരിച്ചിട്ട് നമുക്ക് മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ മിനിറ്റിൽ നിന്ന് അവറിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. റേഷ്യോ എടുക്കുന്നതുകൊണ്ട് മിനിറ്റ് ഉണ്ടായിക്കോട്ടെ. അപ്പോൾ 9 8. 8:9 സ്പീഡ്. ബാക്കിയൊക്കെ ഓക്കെ ആണെന്നിരിക്കും. ഓക്കെ, രണ്ട് ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. A car can finish a certain journey in 20 hours at a speed of 132 km/h in order to cover the same distance. സെയിം ആണല്ലേ? ഓക്കെ, നിങ്ങൾ ചെയ്തോളൂ, ഫാസ്റ്റായിട്ട് പെട്ടെന്ന് ചെയ്തോളൂ. 20 മണിക്കൂറും 16 മണിക്കൂറും. 20 33/2 നേടാം. 40 ആവും. 40:33. ഇതാണ് സ്പീഡ്, ടൈം. സെയിം ഡിസ്റ്റൻസ് ആയതുകൊണ്ട് റിവേഴ്സ്. 33:40. സ്പീഡ് എത്ര? ഇവിടെ 132. 33 യൂണിറ്റ് 132 ആണ്. 3 12 അല്ലേ? 4 × 4 ആണ്. സോ 40 × 3. ഡിഫറൻസ് ഓക്കെ. ഒരു യൂണിറ്റ് 4ഉം എത്ര കൂട്ടുണ്ട്? 7. സോ 7 × 4 അല്ലേ? 7 × 4 28. 7 × 4 എന്താണ് സംഭവം? ഇത് കറക്റ്റായി കത്തിയെന്ന് വിചാരിക്കുന്നു. 40 33 33 40 അല്ലേ? തിരിച്ച് റിവേഴ്സ് ആവും. ഒരു യൂണിറ്റ് 4 ആണ്. എത്ര സ്പീഡ് കൂട്ടണം? 7 യൂണിറ്റ് കൂട്ടണം. 33 എന്നുള്ളത് 40ലേക്ക് കൊണ്ടുപോകണം. എത്ര യൂണിറ്റ് ഉണ്ട്? 7 യൂണിറ്റ്. ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് 4 ആണ്. സോ 7 × 4 28. ഓപ്ഷൻ എ. ഒറ്റ ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. ട്രെയിൻ എ ടേക്സ് 45 minutes more than train B to travel distance of 450 km. Okay. Due to engine trouble, speed of train B falls by a quarter. So it takes 30 minutes more than train A to complete the same journey. നമുക്ക്
ഇവിടെ ട്രെയിൻ ബിയുടെ കേസ് എടുക്കാം. ട്രെയിൻ ബി, കാരണം ട്രെയിൻ ബിയുടെ സ്പീഡിനെ പറ്റിയാണ് പറയുന്നത്. ട്രെയിൻ ബി, സ്പീഡ് ഓഫ് ട്രെയിൻ ബി ഫോൾസ് ബൈ എ ക്വാർട്ടർ. ഫോൾസ് ബൈ എ ക്വാർട്ടർ, ക്വാർട്ടറത്തെ 1/4. 1/4. അപ്പോൾ സ്പീഡ് ഓഫ് ട്രെയിൻ ബി നമുക്ക് എടുക്കുകയാണെങ്കിൽ 4 എന്ന് പറയുന്ന സ്പീഡ് എന്തായി? 3ആയി. ഓക്കെ. പിന്നെ ഡിസ്റ്റൻസ് സെയിം ആണ് രണ്ട് കേസിലും. സെയിം ജേണി ഡിസ്റ്റൻസ് സെയിം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന് ടൈം എത്ര എടുക്കും? 3:4. തൽക്കാലം ട്രെയിൻ ബിയുടെ മാത്രം എടുത്താൽ മതി. ബിയുടെ ടൈമും സ്പീഡും നോക്കുക. അപ്പോൾ നോക്കുക, ഫസ്റ്റ് കേസിൽ ട്രെയിൻ സാധാരണഗതിയിൽ ട്രെയിൻ എ എന്താണ്? ബിനേക്കാൾ 45 മിനിറ്റ് കൂടുതൽ എടുക്കും. സാധാരണ കേസിൽ ഇത് ട്രെയിൻ ഇത് ബി ആണെന്ന് വിചാരിക്കുക, ഇത് എ ആണെന്ന് വിചാരിക്കുക. ഇവിടെ 45 മിനിറ്റ് ഡിഫറൻസ് ഉണ്ട്. സാധാരണഗതിയിൽ 45 മിനിറ്റ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട്. 45 മിനിറ്റ്സ് കൂടുതൽ എടുക്കും ട്രെയിൻ എ ബിനേക്കാൾ. പക്ഷേ ഈ എൻജിൻ ട്രബിൾ കാരണം എന്തു പറ്റി? 30 മിനിറ്റ്സ് കൂടുതൽ എടുക്കും. എനേക്കാൾ കൂടുതൽ ബി എടുക്കും. 45 ആണ്. ഐ മീൻ 30 മിനിറ്റ്സ് എക്സ്ട്രാ എന്തെടുക്കും? എനേക്കാൾ ബി എടുക്കും. പ്ലസ് ഒരു 30 എടുക്കുന്നുണ്ട്. ശരിക്കും -30 ആണ്. -30 അല്ലേ? ഒന്നുകൂടെ നോക്കാം. ജസ്റ്റ് 1 more second. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതൊന്ന് നന്നായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ഓക്കെ. ഇനീഷ്യലി അല്ലെങ്കിൽ ട്രെയിൻ എ എത്ര എടുക്കുന്നുണ്ട്? ട്രെയിൻ ബി എന്ന് പറയുന്നത് എനേക്കാൾ ബി എന്ന് പറയുന്നത് എനേക്കാൾ 45 മിനിറ്റ് എ എന്ന് പറയുന്നത് ബിനേക്കാൾ 45 മിനിറ്റ് കൂടുതൽ എടുക്കും. 45 കുറവാണ് ബി എടുക്കുക. പക്ഷേ ഇപ്പോൾ എന്ത് പറ്റി? ഇപ്പോൾ ഒരു 30 മിനിറ്റ് കൂടുതൽ എടുക്കുകയാണ് എനേക്കാൾ ഒരു 30 മിനിറ്റ് കൂടുതൽ എടുക്കുന്നുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ 45ഉം ഇപ്പോൾ 30. ഓൾറെഡി എ നിന്ന് ബിയിലേക്ക് 45 മിനിറ്റ് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഇപ്പോൾ 30 മിനിറ്റ് കൂടെ 45 + 30 75 മിനിറ്റ്സ് ആണ് ഇപ്പോൾ എയും ബിയും തമ്മിലുള്ള, അല്ലെങ്കിൽ എയും ബിയും ട്രാവൽ ചെയ്ത സമയത്തിലുള്ള ഡിഫറൻസ്. എന്ന് വെച്ചാൽ ഇത് തമ്മിലുള്ള ഡിഫറൻസ്. ആദ്യം ഇത് ഇനീഷ്യലി സാധാരണഗതിയിൽ ബി എടുക്കുന്ന സമയമാണ്. ഇപ്പോൾ ബി എടുക്കുന്ന സമയമാണ്. സോ ഈ 1 യൂണിറ്റ് ആണ് 75 മിനിറ്റ്സ് എന്ന് പറയുന്നത്. 75 മിനിറ്റ്സ് എന്ന് പറയുന്നത് ഈ 1 യൂണിറ്റ് ആണ്. ഓക്കെ, അത് കിട്ടിയാൽ പിന്നെ എന്താ പ്രശ്നം? ഒന്നുമില്ല. സ്പീഡ് ഓഫ് ട്രെയിൻ എ ആയിട്ട് നമുക്ക് ആദ്യം എന്തെടുക്കാം? 75 മിനിറ്റ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ സാധാരണഗതിയിൽ സ്പീഡ് ട്രെയിൻ ബി എത്ര എടുക്കുക? 75 × 3 എന്ന് വെച്ചാൽ 225. 225 മിനിറ്റ്സ് ആണ് എടുക്കുക. ടൈം ടേക്കൺ ബൈ ട്രെയിൻ ബി യൂഷ്വലി 225 മിനിറ്റ്സ്. ആ യൂഷ്വൽ സമയത്ത് ട്രെയിൻ എ ബിനേക്കാൾ 45 മിനിറ്റ്സ് എക്സ്ട്രാ എടുക്കും. അതായത് 225 + 45 മിനിറ്റ്സ് എക്സ്ട്രാ എടുക്കും. എത്രയായി? 230, 270 മിനിറ്റ്സ് എടുക്കും. അല്ല, കറക്റ്റ് അല്ല. 230, 270 മിനിറ്റ് എടുക്കുക. 270 എന്ന് പറഞ്ഞാൽ 4 മണിക്കൂറും 4.5 അല്ലെങ്കിൽ 9/2 hours ആണ്. 9/2 hours. ഓക്കെ. വാട്ട് ഈസ് സ്പീഡ് ഓഫ് ട്രെയിൻ? അതായത് കറക്റ്റ്. അപ്പോൾ ട്രെയിൻ എയുടെ ടൈമാണ് 9/2. മൊത്തം ഡിസ്റ്റൻസ് 450 ആണ്. 450 ആണ് മൊത്തം ഡിസ്റ്റൻസ്. 450 ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ ബൈ എ. 9/2 ചെയ്താൽ എന്ത് കിട്ടി? സ്പീഡ് ഓഫ് 80. 50 × 100 ഓപ്ഷൻസ്. 50 × 100 ഓപ്ഷൻസ്. ഓക്കെ. അതായത് ട്രെയിൻ എ സാധാരണഗതിയിൽ ബിനേക്കാൾ 45 മിനിറ്റ് കൂടുതൽ എടുക്കും. ഈ ഒരു പ്രശ്നം കാരണം ബി എന്ത് ചെയ്തു? 30 മിനിറ്റ് കൂടുതൽ എടുക്കുകയാണ്. എന്നുവെച്ചാൽ എയും ബിയും തമ്മിൽ ഓൾറെഡി 45 മിനിറ്റിൻ്റെ വ്യത്യാസമുണ്ട്. എ ഒരു സമയം എടുക്കുന്നു, അതിനേക്കാൾ 45 മിനിറ്റ് കുറവാണ് ബി എടുക്കുന്നത്. പക്ഷേ ഇപ്പോൾ എന്ത് പറ്റി? നമ്മൾ ഒരു വെഹിക്കിൾ എത്ര സമയം എടുക്കുന്നു മാത്രം നോക്കിയാൽ മതി. ബിനേക്കാൾ 45 മിനിറ്റ് കുറവെടുക്കുന്നുണ്ട്.
അതുപോലെ തന്നെ ഇപ്പോൾ 30 മിനിറ്റ് കൂടുതൽ എടുക്കുന്നുണ്ട്. 45 മിനിറ്റ് കുറവും 35 മിനിറ്റ് കൂടുതൽ എടുക്കുന്നുണ്ട്. അപ്പോൾ എയും ബിയും തമ്മിൽ ഡിഫറൻസ് 45 + 30 75 മിനിറ്റ്സ് വരും. അപ്പോൾ ഡിസ്റ്റൻസ് സ്പീഡിൻ്റെ റേഷ്യോ 4:3, ടൈമിൻ്റെ റേഷ്യോ 3:4, ഒരു യൂണിറ്റ് 75 മിനിറ്റ്. ഒരു യൂണിറ്റ് 75 ആണെങ്കിൽ ഇവിടെ എത്രയാണ്? 3 യൂണിറ്റ് ആകുമ്പോൾ 225 മിനിറ്റ്സ്. 225 മിനിറ്റ്സ് പറഞ്ഞാൽ 225 മിനിറ്റ്സ് അല്ല, 225 മിനിറ്റ്സ് ടൈം ടേക്കൺ ബൈ ബി ആണ്. അപ്പോൾ ടൈം ടേക്കൺ ബൈ എ എത്രയായിരിക്കും? 225 + 45 മിനിറ്റ്സ് എക്സ്ട്രാ എടുക്കുന്നുണ്ട്. 225 + 45 270 മിനിറ്റ്സ്. 270 മിനിറ്റ്സ് ഇസ് നത്തിങ് ബട്ട് 9/2 hours. 9/2 hours ആണ്. നമ്മൾ ചോദിച്ചിരിക്കുന്നത് സ്പീഡ് ഓഫ് ട്രെയിൻ എ ആണ്. സ്പീഡ് ഓഫ് ട്രെയിൻ എ 450 ടോട്ടൽ ഡിസ്റ്റൻസ്, 450 ഡിവൈഡ് ബൈ 9/2, ദാറ്റ് ഇസ് ഓപ്ഷൻ സി 100. ഓക്കെ, ഓപ്ഷൻ സി 100. അപ്പോൾ നമുക്ക് ഇവിടെ കൺക്ലൂഡ് ചെയ്യാം. കുറച്ച് നല്ല ക്വസ്റ്റ്യൻസ് അത്യാവശ്യം ചെയ്യാൻ പറ്റുന്നതായിരിക്കുന്നു. സെയിം പാറ്റേൺ ആണ്. ഈ സെയിം പാറ്റേൺ എന്നുള്ള സാധനം കുറച്ച് നമ്മൾ കട്ട് ചെയ്യാൻ തോന്നുന്നു. കാരണം ഒരേ പാറ്റേൺ ആകുമ്പോൾ വീണ്ടും പിന്നെ എന്താണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് കൂടുതൽ ടൈപ്പ് വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളൊരു ചാൻസാണ് നഷ്ടപ്പെടുന്നത്. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് പാർട്ടിസിപ്പേറ്റിംഗ്. താങ്ക് യു. അപ്പോൾ നാളെ നമുക്ക് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ചെയ്യാം. ടൈം, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസിൻ്റെ പാർട്ട് 3. കൂടുതൽ വെറൈറ്റി ക്വസ്റ്റ്യൻസ്, കുറച്ചുകൂടെ ടഫ് ക്വസ്റ്റ്യൻസ്, ഡിഫറെൻറ്റ് പാറ്റേൺസ്, നമുക്ക് എക്സാമിന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റിയ ഡിഫറെൻറ്റ് പാറ്റേൺസ്. ഓക്കെ, ഇത് SSC എക്സാംസിന് മാത്രമല്ല, ഏത് ഗവൺമെൻറ് എക്സാമിനും ബാങ്ക് എക്സാമിനും വരെ ഹെൽപ്ഫുൾ ആയിരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ. ഓക്കെ, സോ താങ്ക് യു. See you tomorrow.